ഞാൻ ഡോക്ടർ സുജേഷ്. സുജേഷ്. എന്നെ ഇൻട്രൊഡക്ഷനൊക്കെ കേട്ട് എല്ലാവരും താങ്ക് യു സോ മച്ച്. ഞാൻ കേൾക്കാം ഉണ്ടോ? ഞാനിന്ന് ഉദ്ദേശിക്കുന്ന കോമൺ ആയിട്ട് ബേസിക് ആയിട്ടുള്ള പീഡിയാട്രിക് പ്രോബ്ലംസിനെ പറ്റി ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ലൈഫ് സേവ് ചെയ്യുന്നത്, ഈ രണ്ട് പോയിന്റ്സിലായിരിക്കും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അറ്റ് ദ എൻഡ് സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഈ ലൈഫ് സേവിങ്ങിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് കുറച്ച് ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ സാരഥിയുടെ മെമ്പേഴ്സ് തന്നെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഞാൻ എൻ്റെ സ്ലൈഡ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കാണാവോ? ഓക്കെ. സാധാരണഗതി നമുക്ക് കോമൺ ആയിട്ട് പീഡിയാട്രിക്, അതായത് കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും ജനിച്ച ദിവസം തൊട്ട് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് 21 വയസ്സ് വരെ പീഡിയാട്രിക് ആൻഡ് അഡോളസെന്റ് ആണ്. ഇപ്പൊ കുവൈറ്റിലാണെങ്കിൽ ഈ അടുത്ത കാലം വരെ 12 വയസ്സായിരുന്നു പീഡിയാട്രിക്സ്, ഇപ്പൊ 14 വയസ്സാക്കിയിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ ഒരുപക്ഷെ അവർ 16 വയസ്സ് വരെങ്കിലും ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട്. കോമൺ ആയിട്ട് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്ന പേരൻസിന്റെ ഡൗട്ടാണ് ഈ ഫസ്റ്റ് സ്ലൈഡ് ഞാൻ ഇട്ടേക്കുന്നത്. കോമൺ ആയിട്ട് ആദ്യം തന്നെ ഭക്ഷണത്തെ പറ്റിയും കുഞ്ഞിന്റെ വളർച്ചയെ പറ്റിയും ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ ഇൻഫെക്ഷൻസ്, എന്തൊക്കെ അണുക്കളുടെ ഇൻഫെക്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങൾ, സ്കിന്നിന്റെ പ്രോബ്ലംസ്, അലർജി, വാക്സിനേഷൻ, പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ്, പിന്നെ കോമൺ ആയിട്ട് അല്ലാത്ത ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ഇത്രയാണ് ഡൗട്ട്സ് ആയിട്ട് വരുന്നത്. ഇനി കുട്ടികൾക്കുള്ള കോമൺ സിംറ്റംസ്, ഇത്രയും സിംറ്റംസ് ആണ് നമ്മൾ പിള്ളേരിൽ കോമൺ ആയിട്ട് കാണുന്നത്. പനി, ഫീവർ, എക്സസീവ് ക്രൈങ്. ഇത് ചെറിയ കുട്ടികൾക്ക് മൃഗങ്ങൾ ഒരുപോലാണെന്ന് പറയും. കാരണം അവർ കുഞ്ഞു പിള്ളേർ കരയുമ്പോൾ നമുക്ക് കാരണം അറിയില്ല, അതുങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പേരൻസ് സ്വാഭാവികമായിട്ടും പാനിക്കാവും. അപ്പൊ അതിന്റെ കോസസ് എന്താ? അതൊരു മേജർ സിംറ്റം ആണ്. അത് പല കാരണങ്ങളുണ്ടാവാം. കേൾക്കാവോ? പിന്നെ സ്ക്രീൻ വന്നില്ലേ? ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തോട്ട്. വന്നു. രണ്ടാമത്തെ സ്ലൈഡ് ആകാൻ ഇപ്പം വന്നില്ല. ഓക്കെ, ആദ്യത്തെ സ്ലൈഡ് സ്ക്രീനിൽ വന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കോമൺ ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ്. ആദ്യം പനി. പനി എപ്പോഴും എല്ലാ പേരൻസും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് കൂടുതലായിട്ട് എക്സസീവ് ക്രൈം. ഭയങ്കരമായിട്ട് കുഞ്ഞു കരയുമ്പോഴത്തേക്കും ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് കാരണം അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ശരിക്കും പാനിക്കാവുന്നുണ്ട്. അതിപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പിന്നെ അടുത്ത ഒരു സിംറ്റം ആണ് ചുമ, ബ്രീത്തിങ് പ്രോബ്ലംസ്. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ വേദന തൊട്ട് കാണിക്കും. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കരയേ ഉള്ളൂ. പിന്നെ ചെവി, കണ്ണ്, മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജസ്. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള പ്രയാസം, വേദന, അല്ലെങ്കിൽ മൂത്രത്തിന്റെ കളർ വ്യത്യാസം, അങ്ങനെയൊക്കെ. പിന്നെ വരുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിംറ്റംസ് ആണ്. ഒന്നീ ഛർദി ആവാം, ഓക്കാനം ഛർദി, അല്ലെങ്കിൽ ലൂസ് മോഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ സ്കിന്നിലാണെങ്കിൽ സ്കിൻ റാഷസ് വരാം. പിന്നെ ചില കുഞ്ഞുങ്ങൾ പ്രസന്റ് ചെയ്യാൻ വന്ന് ഭയങ്കര ക്ഷീണമായിട്ടായിരിക്കാം. ചില കണ്ടീഷൻസിൽ നീര്, അല്ലെങ്കിൽ കൈകാലിൽ സ്വെല്ലിങ്, അല്ലെങ്കിൽ കഴുത്തിൽ സ്വെല്ലിങ്, അല്ലെങ്കിൽ കഴല, അങ്ങനെയുള്ള സിംറ്റംസിൽ വരാം. പിന്നെ ഭക്ഷണ സംബന്ധമായിട്ടും സ്വഭാവത്തിലുള്ള പ്രോബ്ലംസ് വരും. ഇതാണ് കോമൺ ആയിട്ട് പിള്ളേർക്കുള്ള സിംറ്റംസ്. ഇനി ആദ്യം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ചെറിയൊരു കുഞ്ഞിനെ പറ്റി സംസാരിക്കാം. ഇത് ഏതൊരു അമ്മമാരും പേരൻസ് വളരെ കോമൺ ആയിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ്. അപ്പം കുഞ്ഞു കുട്ടികൾ കരയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് പറയാൻ പറ്റില്ല, അപ്പൊ അത് കരയും. അതിന് പല കാരണങ്ങളുണ്ടാവും. പിന്നെ നോർമലി ആദ്യത്തെ ഒരാഴ്ച ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എൻവയറമെന്റ് ഉണ്ട്. അതായത് കുഞ്ഞ്
അകത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കടന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡിസ്കംഫോർട്ട് വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച ഒരു 2-3 മണിക്കൂറൊക്കെ ഒരു ദിവസം കരയും വിട്ടുവിട്ട്. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം കരയുന്ന കുഞ്ഞുങ്ങളുടെ കാരണം വളരെ സിമ്പിൾ ആയിരിക്കും. ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ മിക്കപ്പോഴും കാരണം അതിന്റെ കാരണവുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. ഒരു പക്ഷേ ഈ പടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മൂക്കടഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ കണ്ണിൽ ഇറിറ്റേഷൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാപ്കിൻ വെറ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവി കടിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഇറിറ്റബിൾ ആയതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ കരയുന്നത്, അല്ലെങ്കിൽ കയ്യിൽ എടുക്കാൻ വേണ്ടിയായിരിക്കും. എനിവേ കുഞ്ഞു കുട്ടികളെ രാത്രിയിലായിരിക്കും കൂടുതലും കരയാനുള്ള സാധ്യത. അപ്പം പക്ഷേ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പകലും രാത്രിയും വലിയ വ്യത്യാസമൊന്നും അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റില്ല. സോ കോമൺ കോസസ് ആണ് ഇവിടെ. കോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളിക്കിനെ പറ്റി ഞാൻ സംസാരിക്കാം. വയറ്റിലുള്ള ഒരു ചെറിയൊരു ഇങ്ങനെ വിട്ടുവിട്ടുള്ള ഒരു പെയിൻ ആണ്. അത് സ്മോൾ ബേബീസ് ആദ്യത്തെ 6 മാസത്തിൽ വരാം. പിന്നെ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കരയും. ബിക്കോസ് ചെറിയ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു 6-8 മാസം വരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം എടുക്കാൻ മൂക്കിൽ കൂടെ പറ്റുമോ, വായിൽ കൂടെ അവർക്ക് ശ്വാസം വിടാൻ പറ്റില്ല. അപ്പം മൂക്കിൽ അടഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള പ്രയാസം കൊണ്ട് അവർ കരയും. പിന്നെ ചെവിക്കകത്ത് വേദനയുണ്ടെങ്കിൽ ഇതൊരു കോമൺ സിംറ്റം ഇഷ്യൂ ആണ്. ചെവിക്കകത്ത് വേദന ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ പറയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, അതുകൊണ്ട് കരയും. പിന്നെ കണ്ണിൽ കരട് പോയാൽ ചെറിയ കുഞ്ഞുങ്ങൾ കരയും. ചിലപ്പോൾ ശരീരത്തിലെ വസ്ത്രം മുറുകിയിരുന്നാൽ, പിന്നെ കുറച്ചുകൂടെ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പല്ല് വളർന്നു തുടങ്ങുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു വേദന വരും, അതുകൊണ്ട് കരയാം. പിന്നെ ഈ കൃമി, അതേപോലെ തന്നെ എന്തെങ്കിലും ഉറുമ്പ് കടിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾ കടിച്ചാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കരയാം. പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ നിയോനേറ്റ്സ് ആദ്യത്തെ 1 മാസമാണ് ഭയങ്കര ശബ്ദം, വലിയ പ്രകാശമുള്ള ലൈറ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കരയാം. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഈ എല്ല് വളരുമ്പോഴത്തേക്ക് നോർമലായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഗ്രോയിങ് പെയിൻ. അത് എല്ലിന്റെ വളർച്ചയിൽ അവർക്ക് ഈ സാധാരണ കാലിൽ വേദന എന്ന് പറഞ്ഞ രാത്രിയിലൊക്കെ അമ്മമാരുടെ ഒക്കെ ചെറിയ കുഞ്ഞുങ്ങൾ കരയും. ഒരു 2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ കരയും. ഇത് കൂടുതലും കുറച്ചുകൂടെ വലിയ കുട്ടികളിലാണ് കാണുന്നത്, പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ കാണും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച് തികട്ടി വരിക, അസിഡിറ്റി ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പാലൊക്കെ തികട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഇറിറ്റേഷൻ വന്നിട്ട് കുഞ്ഞുങ്ങൾ കരയും. ഇനി എപ്പോഴാ ഒരു ഡോക്ടറിനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. നിർത്താതെ കരയുക, നമ്മൾ കയ്യിലെടുത്താലും ഒന്നും കരച്ചിൽ നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണെങ്കിൽ നമ്മൾ പറയുക. പിന്നെ ഈ കരച്ചിൽ കൂടാതെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം കാണുന്നുണ്ടെങ്കിൽ, പിന്നെ ഈ കരച്ചിലിന്റെ കൂടെ ഈ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുക ഭയങ്കരമായിട്ട്, പിന്നെ ഈ വെളിച്ചത്തോട്ടൊക്കെ നോക്കാനുള്ള പ്രയാസം വരികയാണെങ്കിൽ, അതെന്താന്ന് വെച്ചാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിലൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റബിലിറ്റി കൂടും, അന്നേരം കരയുകയും ചെയ്യും. അതുപോലെ ലൈറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും പ്രയാസമൊന്നും. പിന്നെ പാല് കുടിക്കാൻ പ്രയാസം വരിക ഈ കരയുന്നതിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ശ്വാസതടസ്സം വരിക, കണ്ണിൽ നല്ല റെഡ്നെസ് വരിക, വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ മോഷനിൽ ബ്ലഡ് കാണുക. പിന്നെ സാധാരണ കുഞ്ഞുങ്ങൾ നമ്മൾ കയ്യിലോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും കരച്ചിൽ നിർത്താനുള്ള സാധ്യത കൂടുതല. പക്ഷെ കയ്യിലെടുക്കുമ്പോൾ കരച്ചിൽ കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ കംപ്രസ് ആയിട്ട് എവിടെയോ വേദന ഉണ്ടെന്നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കേണ്ടതായിട്ടുള്ള റീസൺസ് വരും. ഇനിയും ഞാൻ ഇൻഫന്റൽ കോളിക്കിനെ പറ്റി ഷോർട്ടായിട്ട് സംസാരിക്കാം. ഇൻഫന്റൽ കോളിക് എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ ബേബീസ് ഉള്ള ഏത് പാരന്റ്സിനും അറിയാം, ഒരു ഭൂരിപക്ഷം ബേബീസ് ഈ ഇൻഫന്റൽ കോളിക്കിലെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകും. ഇത് ഏകദേശം ഒരു പക്ഷേ നമുക്കിപ്പോഴും അതിന്റെ റീസൺസ് അറിയില്ല. നമുക്കിപ്പോഴും അതിന്റെ കോസ് അറിയത്തില്ല ക്ലിയർ ആയിട്ട്. കേൾക്കാം എല്ലാവർക്കും? മൈ ഇന്റർനെറ്റ് കണക്ഷൻ ആണ് സ്റ്റേബിൾ. ഓക്കെ. സാധാരണ ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫന്റൽ കോളിക്ക് നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ 3 ആഴ്ച സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം 3 മണിക്കൂറെങ്കിലും കരയും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇൻഫന്റൽ കോളിക്കിന് ഉള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ ഈ കുഞ്ഞിന് നമ്മൾ ഈ ഇൻഫന്റൽ കോളിക്ക് ഉള്ള കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് ഈ കൈയും കാലും ഒക്കെ നല്ലതായിട്ട് മുഷ്ടി ചുരുട്ടി കാല് മടക്കി പിടിച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ മടക്കും, ശരീരം ഇങ്ങനെ ഞെളിപിരി കൊള്ളുക എന്ന് പറയും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഗ്യാസ് ഒക്കെ താഴെ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ തികട്ടി വന്ന് പാല് തികട്ടിയൊക്കെ വരും. അതാണ് യൂഷ്വലി അതിന്റെ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാധാരണഗതിയിൽ ഒരു 4-5 മാസം ആകുമ്പോൾ ഇത് തന്നെ കുറയുക ചെയ്യുന്നു. കാര്യമായിട്ട് മാറ്റം ചില കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലും വരത്തില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റ്സ് ഉണ്ട്. അതിനകത്താണ് കോമൺ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് സൗണ്ട് ആൻഡ് മ്യൂസിക്. ചെറിയ ബേബീസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള മ്യൂസിക് പാറ്റേൺ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കുക, പക്ഷെ ഒരിക്കലും റോക്ക് ചെയ്യരുത്. റോക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷേക്ക് ചെയ്യരുത് ബേബിയെ. ചെറിയ കുഞ്ഞുങ്ങളെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷേക്കൻ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കുലുക്കി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളുടെ, അതായത് ആദ്യത്തെ ഒരു 3-4 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് തലച്ചോറിൽ ബ്ലീഡിങ് വരെ വരാം ഒരുപാട് ഷേക്ക് ചെയ്താൽ. അതുകൊണ്ട് നമ്മൾ റോക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ മൊത്തത്തിലൊന്ന് മൂവ് ചെയ്യുക. കുഞ്ഞിനെ ഷേക്ക് ചെയ്യാതെ നമ്മൾ കുഞ്ഞിനെ കയ്യിൽ എടുത്തോണ്ട് നടന്നിട്ട് നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ഷേക്ക് ആവത്തില്ല, ഓവറോൾ മൊത്തത്തിൽ മൂവ് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ശരീരമൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് ഈ കോളിക്കിന് കുറച്ച് റിലീഫ് വന്ന് കാണാറുണ്ട്. പിന്നെ ഫ്ലാറ്റസ് ട്യൂബ്, ഗ്യാസ് പോകാനുള്ള ട്യൂബുകളുണ്ട് താഴെ കൂടെ. അതേപോലെ തന്നെ ഈ കോളിക്കിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്, പാല് കുടിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് വിഴുങ്ങിയിട്ടാണെന്ന് പറയും. ചില കാരണം പറയുന്നത് കുടലിന്റെ മെച്യൂരിറ്റി ആയിട്ടില്ല അതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ഗ്യാസ് വിഴുങ്ങാതിരിക്കാനായിട്ട് ഉള്ള ഈ എയർ സ്വാളോ ചെയ്യാതിരിക്കാനായിട്ടുള്ള ആന്റികോളിക് നിപ്പിൾസും അവൈലബിൾ ആണ് ഈ പാല് കൊടുക്കുന്ന കുഞ്ഞിന്. പിന്നെ കോളിക് മാറ്റാനുള്ള ചില മരുന്നുകളുണ്ട്. ഇപ്പൊ എള്ളിന്റെ എണ്ണയും സൈമത്തിക്കോൺ എന്ന് പറഞ്ഞ ഗ്യാസ് വലിച്ചെടുക്കുന്ന ഒരു കമ്പോണന്റ് ഒക്കെ ഉള്ള കോളിക്കേഡ് എന്നൊക്കെ പറഞ്ഞ ഡ്രോപ്സ് അവൈലബിൾ ആണ്. അതാണ് ഈ ആന്റികോളിക് ഫോർമുലാസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ, പിന്നെ ഹെർബൽ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് യൂഷ്വലി വലിയ ഒരു മേജർ ഇഷ്യൂ അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറും. ഓക്കെ. പിന്നെ വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങൾ കരയുന്ന ഒരു മെയിൻ വേറൊരു കോസ് ആണ് നഴ്സ് മെയ്ഡ് എൽബോ അല്ലെങ്കിൽ പുൾഡ് എൽബോ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാണുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ മെയ്ഡൊക്കെ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും കുഞ്ഞിന്റെ കൈ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആ കൈ മുട്ടിലെ ജോയിന്റ് സ്ലിപ്പാകും. അതിനെ പുൾഡ് എൽബോ എന്നാ പറയുന്നത്. അപ്പൊ ഭയങ്കര പെയിൻഫുൾ ആണ്. കുഞ്ഞ് കൈ അനക്കത്തില്ല, ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഡോക്ടർമാർ അത് ജസ്റ്റ് കൈ പിടിച്ച് തിരിച്ച് ജസ്റ്റ് ഒന്ന് മടക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ക്ലിക്ക് സൗണ്ടോടുകൂടി ഈ കൈമുട്ട് അങ്ങ് ആ ജോയിന്റ് ഉള്ളിലോട്ട് പോകും. ഇതെങ്ങനെയാ ഡയഗ്നോസ് ചെയ്യുന്നത്? കുഞ്ഞ് കൈ അനക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ സസ്പെക്ട് ചെയ്യണം. ഈ കൈ തിരിച്ചങ്ങോട്ട് മടക്കി റെഡി ആക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പെയിൻ മാറുകയും ചെയ്യും. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തുകയും ചെയ്യും. പിന്നെ ഇനി അടുത്തൊരു സിംറ്റം ആണ് പനി. പനി മോസ്റ്റ് കോമൺ സിംറ്റം ഇൻ ചിൽഡ്രൻ. ഓക്കെ, എസ്പെഷ്യലി ദോസ് ഹു ആർ ലൈക്ക് 3 years താഴെയുള്ള പിള്ളേർക്ക് ഏറ്റവും കോമൺ സിംറ്റം ആണ്. പനി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് മാത്രമാണ്. പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല. പനി എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ കൂടെ ബോഡി റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 36 മുതൽ 37.1 ഡിഗ്രിയാണ്. പനി എന്ന് പറയുന്നത് 37.2 മുകളിൽ, അതായത് മോർ ദാൻ 99 ഫാരൻഹീറ്റ്. പക്ഷെ സിഗ്നിഫിക്കന്റ് പനി എന്ന് പറയുന്നത് 38 മുകളിൽ. ഹൈ ഗ്രേഡ് ഫീവർ എന്ന് പറയുന്നത് 104, അതായത് 104 ഡിഗ്രി അല്ലെങ്കിൽ 39 ഡിഗ്രി. 39 ഡിഗ്രിക്ക് മുകളിലൊക്കെ ആണെങ്കിൽ 40 ഡിഗ്രി, 39-40 ഡിഗ്രി വരുമ്പോഴത്തേക്കും അത് ഹൈ ഫീവർ ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇപ്പം 3 മാസം തൊട്ട് 3 വയസ്സ് വരെയാണ് കോമൺ. ഒരു കുഞ്ഞിന് ഒരു വർഷത്തിൽ 6 മുതൽ 12 പ്രാവശ്യം, അല്ലെ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ പനി വരാം. അതൊരു പ്രോബ്ലം അല്ല. ഈ പറഞ്ഞ സീരിയസ് ഇഷ്യൂ ഇല്ലാതെ 20% പനികൾക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈവൻ ഹൈ ഗ്രേഡ് ഫീവറും വരാം. അതും ഒരു മേജർ കൺസേൺ ആവണമെന്നില്ല പലപ്പോഴും. പിന്നെ പനി സിംറ്റംസോടുകൂടി വരാം, സിംറ്റംസ് ഇല്ലാതെയും വരാം. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പനിയുടെ കൂടെ ജലദോഷം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഛർദി അല്ലെങ്കിൽ വയറിളക്കം, ഇങ്ങനെയുള്ള സിംറ്റംസോട് കൂടി വരാം. അല്ലെങ്കിൽ ഒരു സിംറ്റവും ഇല്ലാതെ പനി വരാം. ഈ പനി ഒരാഴ്ച താഴെയുള്ള പനിയാണെങ്കിൽ നമ്മൾ അത്രയും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ച കൂടുതൽ പനിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ആവും. ഇനി എപ്പോഴാ ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതെന്നാണ് പനി. ന്യൂ ബോൺസ്, അതായത് 1 മാസത്തിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പനി പലപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പനിയേക്കാളും കൂടുതൽ ലോ ബോഡി ടെമ്പറേച്ചർ, ഹൈപ്പോതെർമിയ എന്ന് പറയും, അങ്ങനെ പ്രസന്റ് ചെയ്യാം. പക്ഷെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിൽ താഴെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്.
അത് ചിലപ്പം ഒരുപക്ഷെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും പനിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. 1 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ നമ്മൾ അതിനുള്ള ചികിത്സ ചെയ്യും. പിന്നെ ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുറച്ചുകൂടെ ഇതാണെങ്കിലും 3 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പനി വരുന്നത് നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് തന്നെ എടുക്കും. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ 1 മാസത്തിൽ താഴെയുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ ഈ പനിയുടെ കൂട്ടത്തിൽ ഭയങ്കര ക്ഷീണം, കുഞ്ഞുങ്ങൾ പെയിലായിട്ടിരിക്കുക, ഇങ്ങനെ വെള്ളം ഇതുപോലെ ഇരിക്കുക, അതിൻ്റെ കൂടെ ഭയങ്കര ക്ഷീണം. സാധാരണഗതിയിൽ പനി വരുമ്പോൾ ക്ഷീണം മാത്രമായിട്ട് വരും. ചില കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ടൊരു പാലറും വരും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വറി ചെയ്യണം. പിന്നെ ഫീവർ ഒരാഴ്ച കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോയിരിക്കണം. പിന്നെ പനിയുടെ കൂടെ ഇതിന് ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് പ്രയാസം വരിക. ഇതൊക്കെയാണ്. ഇനിയും വരുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തലച്ചോറിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൽ മെനിഞ്ചൈറ്റിസ് പോലത്തെ കണ്ടീഷൻ വരുമ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ശരീരം കഴുത്ത് മടക്കുമ്പോൾ അല്ലെങ്കിൽ കാലും മടക്കുമ്പോൾ അല്ലെങ്കിൽ തലവേദന, ഇങ്ങനെയുള്ള വേദന വരിക, ഇതിന്റെ കൂട്ടത്തിൽ ഫിറ്റ്സ് വരിക, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകാശത്തിൽ നോക്കാനുള്ള പ്രയാസം, പിന്നെ ഭയങ്കരമായിട്ടുള്ള വോമിറ്റിങ്, പിന്നെ ഫീഡിങ് എടുക്കാതിരിക്കുക. ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടറിന്റെ അടുത്ത് വന്നിരിക്കണം. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് 5 ദിവസത്തിൽ, ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാം. ചില കണ്ടീഷൻസ് ഉണ്ട്. ഹൈ ഗ്രേഡ് ഫീവർ, ട്രീറ്റ്മെന്റ് ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ ശരീരത്തിൽ റാഷസും അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. റെഡ്നെസ്, ടങ് റെഡും ഐസും റെഡായിട്ട് നെക്കിലൊക്കെ സ്വെല്ലിങ് വരുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. ഇനി പനി മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ? ഇതൊരു ശരീരത്തിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് മാത്രമാണ്. ചെറിയ പനിയൊക്കെയാണോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ മാത്രം പാരസെറ്റമോൾ കൊടുക്കുക. പാരസെറ്റമോൾ പനി ടെമ്പറേച്ചർ കുറയ്ക്കുകയുള്ളൂ, രോഗത്തെ ചികിത്സിക്കത്തില്ല. അത് ജസ്റ്റ് അതിന്റെ സിംറ്റത്തിനെ മാത്രമേ മാറ്റുള്ളൂ. അതെല്ലാവരും ഓർത്തിരിക്കാം. പിന്നെ സാധാരണ ടാപ്പ് വാട്ടറിൽ തുണി മുക്കിയിട്ട് ശരീരം തുടയ്ക്കാം. തണുത്ത ഐസ് വെള്ളം ഒരിക്കലും മുക്കി തുടയ്ക്കരുത്. ടാപ്പ് വാട്ടറേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പനിക്ക് ബ്രൂഫൻ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അടുത്ത കാലത്തുള്ള പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂഫൻ കൊടുത്ത പിള്ളേർക്ക് ഇപ്പൊ ന്യൂമോണിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ന്യൂമോണിയ ഉള്ള പിള്ളേർക്ക് ഉദാഹരണത്തിന് ബ്രൂഫൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂമോണിയക്ക് പ്രോഗ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നൊക്കെ കുറെ പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ചില പ്രത്യേകതരം ന്യൂമോണിയ ഉണ്ട്. അപ്പൊ അത് കാരണം ബ്രൂഫൻ യൂസ് ചെയ്യാം, പക്ഷെ അത് എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. ആസ്പിരിൻ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേർ വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണം. എസ്പെഷ്യലി ഒരു ഫ്ലൂ അതുപോലുള്ള ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണെങ്കിൽ ഈ ആസ്പിരിനും വൈറൽ ഇൻഫെക്ഷനും അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, ഫ്ലൂ, ഇൻഫ്ലുവൻസ് ഇങ്ങനെയുള്ളത് വന്നിട്ട് ഈ ആസ്പിരിൻ അവർക്ക് കൊടുത്താൽ കരളിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതിന്റെ പേരാണ് റൈസ് സിൻഡ്രോം. അത് വന്നു കഴിഞ്ഞാൽ ലിവർ ഫെയിൽ ആയി പോകുന്ന ഒരു കണ്ടീഷൻ വരാം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം, ആസ്പിരിൻ ഉപയോഗിക്കരുത്. എപ്പോഴായാലും പേരൻസ് ആണ് ബെസ്റ്റ് ഒബ്സർവേഴ്സ് എന്ന് പറയത്തില്ല. പേരൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, കുഞ്ഞ് അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോയി കാണിക്കേണ്ടതാണ്. ഇനി അടുത്തത് പനിയോടുകൂടി വരുന്ന ഒരു സംഗതിയാണ് ഫെബ്രൈൽ സീഷർ അല്ലെങ്കിൽ ജന്നി. ഫീവർ കൊണ്ട് വരുന്നതാണ്. പനി അല്ലാതെ വേറെ കാരണമൊന്നുമില്ല. ഇതാണ് പിള്ളേരിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഫിറ്റ്സ് എന്ന് പറയുന്നത്. ഏകദേശം 2 മുതൽ 5% പിള്ളേർക്ക് പനി വന്നതിന് ഫെബ്രുവരി, അതായത് 100 പേരിൽ ഒരു 5 പിള്ളേർക്ക് വരെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കോമൺ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസം തൊട്ട് 5 വയസ്സ് വരെയാണ്. ഈ ഏജ് ഗ്രൂപ്പിൽ അതിലും ചെറിയ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് വരാനുള്ള സാധ്യത കുറവാണ്. 5 വയസ്സ് കഴിഞ്ഞാലും അത് വരാനുള്ള സാധ്യത കുറവാണ്. യൂഷ്വലി 38 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ വരുമ്പോഴാണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ല ഇത് ഉണ്ടാക്കുന്നത്, സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുക, ഒരു ടെമ്പറേച്ചർ, ആ ഒരു സഡൻ വേരിയേഷൻ ആണ് കോമൺലി ഈ ഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഇത് വരുമ്പോഴും. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ എന്ന് പറയും, മറ്റേത് കോംപ്ലക്സ്. ആ പേരിൽ തന്നെ അതിനകത്ത് സംഗതി ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പനിയുണ്ട്, വളരെ ഷോർട്ട് പീരീഡിൽ 15 മിനിറ്റ് താഴെ ഉള്ളൂ, ശരീരം മൊത്തം കൂടി ഈ മേളിൽ കാണുന്ന ആ ഒരു വീഡിയോ കണ്ടാൽ അറിയാം. അതുപോലെ ശരീരം മൊത്തം കൂടി ഇങ്ങനെ ഫിറ്റ്സ് പോലെ വരും, കൈയും കാലും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരേപോലെ ഫുൾ ബോഡി. ഇത് ദിവസവും 24 അവേഴ്സിനകത്ത് 24 മണിക്കൂർ ഒരു പ്രാവശ്യമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ഇനിയും രണ്ടാമത്തെ ടൈപ്പ് കോംപ്ലക്സ് ആണെങ്കിൽ അഗൈൻ ഇതും പനിയുടെ കൂടെ തന്നെയാണ്. ലോങ്ങർ ഡ്യൂറേഷൻ, 15 മിനിറ്റ് കൂടുതൽ, ശരീരം മൊത്തം അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഭാഗവും മാത്രമായിട്ട് ഫിറ്റ്സ് വരാം. ഇത് ചിലപ്പോൾ ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഒരു ഫിറ്റ്സ് വന്നാൽ ആദ്യം ചെയ്യേണ്ട പേരൻസ്?
കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക. ആ ഫിറ്റ്സ് വരുമ്പോൾ ചരിച്ച് കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആസ്പിറേറ്റ് ഒന്നും ചെയ്യാതിരിക്കാനാണ്. തലയിൽ പുറകിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് പില്ലോ വെക്കുക. പിന്നെ ഇവിടെ തറ കിടക്കുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ പില്ലോ വെച്ച് കൊടുക്കുക. കട്ടിലാണെങ്കിൽ സോഫ്റ്റ് ആണല്ലോ. പിന്നെ മേളിൽ നിന്ന് താഴെ ഈ ഫിറ്റ്സ് വരുമ്പം ഉയർന്ന കട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിൽക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ വീണ് ഇഞ്ചുറി ഉണ്ടാകാതെ നോക്കുക. പിന്നെ കഴുത്തൊക്കെ മുറി കിടക്കുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ലൂസ് ആക്കുക. പിന്നെ ഒരിക്കലും ഒരു സംഗതിയും വായിലോട്ട് വെക്കരുത്. പഴയ കാലത്തൊക്കെ മനുഷ്യർ ഇരുമ്പിന്റെ ഇത് വായിൽ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഫിറ്റ്സ് വരുമ്പോൾ ഈ പല്ല് കടിച്ചിട്ട് ചിലപ്പോൾ നാക്കിലൊക്കെ ഇഞ്ചുറി വരാം. അത് കുഴപ്പമില്ല, അത് ഫിറ്റ്സ് മാറി കഴിയുമ്പോൾ നമുക്കത് അതിന് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഫിറ്റ്സ് വരുന്ന സമയത്ത് വായിൽ എന്തെങ്കിലും കുത്തിക്കയറ്റാൻ ശ്രമിക്കരുത്. ഇനി ഈ പനി ഫിറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും പേരൻസിന്റെ കോമൺ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് ഇത്. നമ്മൾ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിന് കുറച്ച് ആ ചോദ്യങ്ങളാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ക്യാൻ ഇറ്റ് കോസ് ബ്രെയിൻ ഡാമേജ് ഫോർ മൈ ബേബി? ഈ ഫിറ്റ്സ് ഫെബ്രൈൽ സീഷർ പനി കാരണമുള്ള ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ തലച്ചോറിന് ഡാമേജ് വരാം? ഇല്ല, തലച്ചോറിന് ഡാമേജ് വരത്തില്ല. അതുകൊണ്ട് കുഞ്ഞിന് ഒരു പ്രശ്നവും വരാറില്ല. ക്യാൻ ഇറ്റ് കം അഗെയിൻ? വീണ്ടും ഒരു പ്രാവശ്യം വന്നാൽ വരാവും. അതെ, 1 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ 50% ചാൻസ് ഉണ്ട്. 1 വയസ്സിൽ കൂടുതലാണെങ്കിൽ 30% ചാൻസ് ഉണ്ട്. അത് യൂഷ്വലി അടുത്ത ഒരു 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി ഫാമിലി ഹിസ്റ്ററി കാണും. ചിലപ്പോൾ പേരൻസിന് ഫെബ്രൈൽ പനിയുടെ ഫിറ്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാൻ ഇറ്റ് ബിക്കം എപ്പിലിപ്സി? എപ്പിലിപ്സി എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു ഫിറ്റ്സ്, പനിയൊന്നും ഇല്ലാതെ വരുന്ന ഒരു ഫിറ്റ്സ് ആണ്. സിമ്പിൾ ഫെബ്രൈൽ സീഷർ ആണെങ്കിൽ എപ്പിലിപ്സി ആവാനുള്ള ചാൻസ് വളരെ ഓൾമോസ്റ്റ് നില്ലെന്ന് പറയാം. കോംപ്ലക്സിലും ഓൾമോസ്റ്റ് നില്ലാണ്, പക്ഷെ ഒരു മൈന്യൂട്ട് ചാൻസ്, അതും അത്ര വലിയ ഇതൊന്നുമില്ല. ക്യാൻ മെഡിസിൻ സ്റ്റോപ്പ് ഫെബ്രൈൽ ഫിറ്റ്സ്? യെസ്, ചില മരുന്നുകളുണ്ട്. പക്ഷേ ഇതിനകത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്സിനുള്ള ചില മരുന്നുകൾ ഈ ഫെബ്രൈൽ ഫിറ്റ്സ് വരുന്നതിനേക്കാളും റിസ്ക്കാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫെബ്രൈൽ ഫിറ്റ്സ് ആണെങ്കിൽ മരുന്നൊന്നും കൊടുക്കാതിരിക്കുക നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനിയുടെ മരുന്നും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതോ എപ്പോഴും ഹെൽപ്ഫുൾ ആവണമെന്നില്ല. നമ്മൾ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് ഈ ഫിറ്റ്സ് വരുന്നത്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ വേണോ? സിമ്പിൾ ഫിറ്റ്സ് ആണെങ്കിൽ 15 മിനിറ്റ് താഴെ ഞാൻ പറഞ്ഞ പോലെ ഹോൾ ബോഡി പനിയുടെ കൂടെ ഒരു ആശയം വരുന്നുള്ളൂ. അതാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലക്സ് സീഷേഴ്സ് ആണെങ്കിലും ചിലപ്പം നമ്മൾ ക്ലിനിക്കൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ EG CT സ്കാനും ഒക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഇനി അടുത്ത ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഫ്ലൂ ലൈക്ക് ഇൽനെസ് അല്ലെങ്കിൽ ജലദോഷം. അത് ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസുകൾ ഉണ്ടാക്കുന്നതാണ്. ഫ്ലൂ ലൈക്ക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റ് വൈറസുകൾ ഉണ്ടാക്കുന്നതാണ്. ഇത് വിന്ററിൽ കുവൈറ്റിൽ ധാരാളം കണ്ടുവരുന്നതാണ്. 50% പനികളും കോൾഡും പിള്ളേരിൽ വരുന്ന ഈ ഫ്ലൂ പോലത്തെ ഇൽനെസ് ആണ്. പിന്നെ പ്രസന്റേഷൻ വലിയ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഫീവർ മാത്രമായിട്ട്, അതായത് പകുതി കുട്ടികൾക്ക് ഫീവർ വരുള്ളൂ. പിന്നെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഇത് ഫീവർ കൂടുതലായിട്ട് കാണും. വലിയ കുട്ടികൾക്ക് ജസ്റ്റ് ജലദോഷം മാത്രമായിട്ടൊക്കെ വരത്തുള്ളൂ. ഞാൻ ഇത്ര താഴെ പറഞ്ഞിരിക്കുന്ന റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, കൊറോണ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ. കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് മാത്രമല്ല, അതിന് സിമിലർ ആയിട്ടുള്ള കുറേ വൈറസുകളുണ്ട്. അതിന്റെ എല്ലാം പേര് കൊറോണ എന്നാണ്. അതുകൊണ്ട് കോവിഡ് തന്നെയായിട്ട് ഓർക്കരുത്. പിന്നെ ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ ഒരു ഗ്രൂപ്പാണ്. പിന്നെ അഡിനോ വൈറസ്, RSV. ഈ ഗൾഫിൽ നമ്മുടെ ഈ കുവൈറ്റിൽ RSV വൈറസ് എന്ന് പറഞ്ഞ സാധനം വളരെ കോമൺ ആണ്. വിന്ററിൽ RSV വാക്സിനേഷൻ ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ചില ക്രൈറ്റീരിയ ഉള്ള കുഞ്ഞുങ്ങൾക്ക് RSV വാക്സിൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. സാധാരണ കോമൺ സിംറ്റംസ് ഓഫ് ഫ്ലൂ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചുമ, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന വലിയ കുട്ടികളാണെങ്കിൽ പറയും. ചെറിയ കുട്ടികളാണെങ്കിൽ പാലൊക്കെ കുടിക്കാൻ റെഫ്യൂസ് ചെയ്യും. പിന്നെ വിശപ്പ് കുറച്ച് കുറയും. ചില കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട് ശരീരത്തിൽ അവിടെ ഇവിടെ കുറച്ച് റാഷ് വന്നു ഇരിക്കും. ഇനി ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഫ്ലൂ വരാം? ഫ്ലൂ പോലെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടിക്ക് ഫ്ലൂ വന്നു പിന്നെയും വരും, അതേ സെയിം അല്ല. കാരണം പലതരം വൈറസ് ഉണ്ട്. ഒരു വൈറസ് കൊണ്ട് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വൈറസ് കൊണ്ട് വരാം. അങ്ങനെ ഇപ്പം നഴ്സറി സ്കൂളിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ 10-12 പ്രാവശ്യം വന്നിരിക്കും. വലിയ സിംറ്റംസ് ഒന്നും കാണുകയില്ല. പിന്നെ വീട്ടിലുള്ള വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർ സ്കൂളിലൊക്കെ പോകുന്നതാണെങ്കിൽ 5, 8, 10, 9 പ്രാവശ്യമൊക്കെ വരാം. വീട്ടിൽ മാത്രം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പേരൻസ് ഒക്കെ പുറത്തു പോകുന്നതുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ വരാം.
പിന്നെ സാധാരണഗതിയിൽ ഫ്ലൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. പനി ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ പ്രോബ്ലം, കുഞ്ഞിന് പ്രയാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ആ, ഈ ഈ ഒരു ഫ്ലൂവോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചിലപ്പം ഈ പനി വീണ്ടും പ്രത്യക്ഷപ്പെടാം. കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേളിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന, ചിലപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ നെറുകയിലെ സൈനസൈറ്റിസ് ആവാം, അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ ആവാം. പിന്നെ വേറെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം, ഇപ്പൊ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള വേറെ എന്തെങ്കിലും അത് ഇമ്മ്യൂണിറ്റി കുറവുള്ള സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു ഫ്ലൂ പോലും ഒരു മേജർ പ്രോബ്ലം ആയി മാറും കേട്ടോ. അപ്പം റെയർ ആയിട്ട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാനിവിടെ അത് പറയുന്നില്ല. ഇതുപോലുള്ള നമ്മൾ പല കേസസ് ഈ ബ്രെയിനിനെ ബാധിക്കുന്ന അങ്ങനെയുള്ള വളരെ റെയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ അത് വളരെ മൈന്യൂട്ട് ശതമാനമാണ്, അതിനെപ്പറ്റി നമ്മൾ വലിയ കൺസേൺ ആവേണ്ടതില്ല. ഇനി ഫ്ലൂ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുക, ബ്രൂഫൻ റെയർ ആയിട്ട്, ആസ്പിരിൻ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കണ്ട. കാരണം ഫ്ലൂ റേസ് സിൻഡ്രോം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാക്കാം, അത് ലിവറിനെ ബാധിച്ച് ലിവർ ഫെയിലിയർ ആയിട്ട് മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുള്ള സംഗതി ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ചെറിയ ഫ്ലൂവിനൊന്നും ആന്റിഹിസ്റ്റമിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ആവി പിടിക്കാം. മ്യൂക്കോലൈറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ കഫം സോഫ്റ്റ് ആകാനുള്ള മരുന്നുകളുണ്ട്, അത് കൊടുക്കാം. ഹെർബൽ റെമഡീസിലും മ്യൂക്കോലൈറ്റിക്സ് ഉണ്ട്, അതൊക്കെ കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഫ്ലൂയിഡ്സ് കുഞ്ഞിന് കൊടുക്കണം, കാരണം ഈ ടെമ്പറേച്ചർ ഉള്ളപ്പോൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ഒക്കെ നല്ലതായിട്ട് കൊടുക്കുക. വിറ്റാമിൻ സി പനിയുടെ ഡ്യൂറേഷൻ കുറയ്ക്കുമെന്ന് പഠനങ്ങളുണ്ട്. പക്ഷേ ഇത് കൂടുതലും വലിയ അഡൾട്ട്സിനും ടീനേജേഴ്സിനും ഒക്കെയാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഗൾഫിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അത് ഒരു നമ്മുടെ ഇന്ത്യൻ ജനിതകപരമായിട്ട് തന്നെ നമ്മുടെ സൗത്ത് ഏഷ്യൻസ് മൊത്തം വിറ്റാമിൻ ഡി ഡെഫിഷ്യന്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലുള്ള വൈറൽ ഇൻഫെക്ഷനുകൾ, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ പ്രൊഫലാക്റ്റിക് ആയിട്ട് നമ്മൾ ഒരു ചെറിയ ഡോസ് എസ്പെഷ്യലി വിന്റർ സമയത്തും പുറത്തൊന്നും പോകാത്ത സമയത്തും ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് അഡിനോയിഡ്സും ടോൺസിലൈറ്റിസും. അത് വളരെ കൺസേൺ ഉള്ള പേരൻസിന്. ഈ പറഞ്ഞ നമ്മുടെ അഡിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറുകയിൽ ഇരിക്കുന്നതാണ്. ഈ പടത്തിൽ കാണുന്ന പോലെ ഇവിടെ നെറുകയിലാണ് അഡിനോയിഡ്സ് ഇരിക്കുന്നത്, ടോൺസിലിസ് ഇരിക്കുന്ന തൊണ്ടയ്ക്കാണ്. അപ്പം ഇത് രണ്ടും നോർമലി ഈ പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു കാവൽക്കാരെ പോലെ പുറത്തുനിന്ന് വരുന്ന ഇൻഫെക്ഷനെ തടയാൻ വേണ്ടി, അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്മ്യൂൺ സെൽസ് ആണ്. ചെറിയ കുഞ്ഞുങ്ങൾ എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് അവരുടെ അത് ആക്റ്റീവ് ആയിരിക്കും. വളരുന്നതനുസരിച്ച് ഒരുപാട് ഓർഗാനിസമായിട്ട് നമ്മൾ ബാക്ടീരിയകളും വൈറസും ഒക്കെ ആയിട്ട് എക്സ്പോസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ബോഡി തന്നെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇതങ്ങ് ചുരുങ്ങി ചെറുതായി പോകും വലുതാകുമ്പോഴത്തേക്കും. ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല അതിന്റെ വലിപ്പം. അപ്പൊ ഇതിന് കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള ഇതിന്റെ ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ്, ഈ രണ്ട് കണ്ടീഷൻ വരുന്നത്. സിംറ്റംസ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ത്രോട്ട് പെയിന്, പിന്നെ ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സ്മെല്ല്, നമ്മുടെ വായനാറ്റം വരാം. പിന്നെ ഈ ത്രോട്ടിൽ ഇൻഫെക്ഷന്റെ കൂടെ തന്നെ കഴുത്തിലെ കഴല വെറുക്കാം. അതേപോലെ അഡിനോയിഡ്സ് ആണെങ്കിൽ മൂക്കടയാം. മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം സ്നോറിങ് വരാം. അത് രാത്രിയിൽ ഭയങ്കരമായിട്ട് റിക്കറന്റ് ആയിട്ട് എന്നും സ്നോറിങ് വൺ ഓഫ് ദ ഫീച്ചർ ആയിട്ട് വരാം ഈ അഡിനോയിഡ്സ് ഉണ്ടെങ്കിൽ. ഈ അഡിനോയിഡ്സ് സ്നോറിങ് വരുന്നതുകൊണ്ടും ഈ മൂക്ക് അടയുന്നത് കൊണ്ടും ഉറക്കത്തിൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. അപ്പൊ പകൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ അഡിനോയിഡ്സും ടോൺസിലൈറ്റിസും ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇയർ ഇൻഫെക്ഷൻ ഉള്ള സാധ്യതയുണ്ട്. ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ വളർച്ചയെ വരെ അതിന് ബാധിക്കും. ഈ പടത്തിൽ കാണിക്കുന്ന അഡിനോയിഡ്സ് വേർതിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്, നെറുകയിലുള്ള അഡിനോയിഡ്സ്. അതിന്റെ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതാണ് അതിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചു നോക്കുന്നത്. ഇനി ടോൺസിലൈറ്റിസ് പല രീതിയിലുള്ളതുണ്ട്. ജസ്റ്റ് അതൊന്ന് ടോൺസിൽ ഇങ്ങനെ ഒന്ന് ഇൻഫ്ലെയിം ആവത്തേ ഉള്ളൂ.
അല്ലെങ്കിൽ അതിൽ തന്നെ വൈറ്റ് പാച്ച് പോലെ ഇങ്ങനെ വരാം. അത് പിന്നെ ചിലർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ക്രോണിക് ആയിട്ട് ടോൺസിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ യുവള എന്ന് പറഞ്ഞ നമ്മുടെ ആ നടുക്കുള്ള ആ തൊണ്ടയിലുള്ള അത് ചെന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അവിടുത്തെ ഇതിലുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചിലർക്ക് നല്ല പോലെ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഇതേപോലെ ഇരിക്കാം. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെളുത്ത് ചെറിയ സ്പോട്സ് വേണം. അതിനകത്ത് ഇൻഫെക്ഷൻ ഒന്നും ആവണമെന്നില്ല. അത് ഇങ്ങനെ ടോൺസിലേത്ത് എന്ന് പറയാം, അത് കല്ല് പോലെ ഒരു സാധനമാണ്. അതങ്ങനെ വന്നിട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാ ഇത് ട്രീറ്റ് ചെയ്യുന്നത് ഈ അഡിനോയിഡ്സും ടോൺസിൽസും? ഒരു മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഹൈഡ്രേറ്റ് വെൽ, അഗെയിൻ സെയിം ഫ്ലൂ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ, പാരസെറ്റമോൾ കൊടുക്കുക. ബിക്കോസ് വൈറസസിനും ടോൺസിലൈറ്റിസ് ഉണ്ടാക്കാം, ബാക്ടീരിയകൾക്ക് മാത്രമല്ല. വൈറസിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് മരുന്നുകളൊന്നും നമ്മൾ കൊടുക്കാറില്ല. അത് കാരണം ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി. ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക. പിന്നെ ഈ ബിറ്റാഡിൻ ത്രോട്ട് സ്പ്രേ അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഗാർഗിള്, ഇതൊക്കെ ചിലർക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട് വലിയ കുട്ടികൾക്ക്. പക്ഷേ ഈ ബിറ്റാഡിനൊക്കെ ത്രോട്ട് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യരുത്, അത് തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ആന്റിബയോട്ടിക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അത് മാറുന്നില്ല, പനി മാറുന്നില്ല, ഒരു 5 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോകണം. അഡിനോയിഡ്സ് ലോങ് ടേമിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ മൂക്കിൽ സ്റ്റിറോയിഡിന്റെ സ്പ്രേ കൊടുക്കും. 1 മാസം, 2 മാസം, 3 മാസം അങ്ങനെ കണക്കെ നമ്മൾ നേസൽ സ്പ്രേ ഒക്കെ കൊടുക്കും. അപ്പം അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അഡിനോയിഡ്സിനും ടോൺസിലിനും സർജറി വേണ്ടത്? സർജറി ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ ത്രോട്ട് ഇൻഫെക്ഷനും അല്ലെങ്കിൽ അഡിനോയിഡ്സും ടോൺ നമ്മൾ സർജറി ചെയ്യത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് എപ്പോഴും സ്കൂളിൽ പോകാൻ പ്രയാസം, റിക്കറന്റ് ഇൻഫെക്ഷൻ വന്നാൽ സ്കൂളിലെ പെർഫോമൻസിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം സ്കൂൾ ആബ്സെന്റ് ആവുന്നു, കുഞ്ഞിന് ക്ഷീണം വളരെ കൂടുതലാണ്, ഗ്രോത്ത് ഫെയിലിയർ ഉണ്ടെങ്കിൽ നമ്മൾ അഡിനോയിഡ് ടോൺസിലെക്ടമി ചെയ്യാം. പിന്നെ സ്ലീപ്പ് ആപ്നിയ ആൻഡ് ഡേ ടൈം ടയർഡ്നെസ്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡിനോയിഡ്സ് ടോൺസിലും വീർത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് കിടക്കുന്ന സമയത്ത്, എസ്പെഷ്യലി മലർന്നു കിടക്കുന്ന സമയത്ത്, ഈ ശ്വാസകോശത്തിലോട്ട്, അതായത് അപ്പർ എയർവേ, എയർ ഉള്ളിലോട്ട് ചെല്ലാനൊരു പ്രയാസം വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്വാസം എടുക്കാനുള്ള പ്രയാസം വരുമ്പോൾ രാത്രിയിൽ ഈ പറഞ്ഞ ഓക്സിജൻ ഒക്കെ കുറയും. അതിനാണ് ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ കുഞ്ഞ് പകൽ ഭയങ്കരമായിട്ട് ടയേർഡും രാത്രിയിലത്തെ ആ ഓക്സിജനേഷന്റെ പ്രോബ്ലം കുറയുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ പകല് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും. ഇത് വൺ ഓഫ് ദ ഇൻഡിക്കേഷൻ ആണ് സർജറി ചെയ്യാൻ. പിന്നെ സ്കൂളിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ ഈ ടോൺസിൽ പസ് ഭയങ്കരമായിട്ട് മഞ്ഞ നിറത്തിൽ അങ്ങനെ, അല്ലെങ്കിൽ പഴുപ്പ് വരിക, അല്ലെങ്കിൽ ആപ്സസ് എന്ന് പറയും, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇറക്കാനുമുള്ള ബുദ്ധിമുട്ട് വന്നാൽ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പനി വന്നിട്ട് കൺവൾഷൻ വരുന്ന, ഫിറ്റ്സ് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ, പിന്നെ ഒബേസിറ്റി, അതായത് ഭയങ്കര വണ്ണമുള്ള കുഞ്ഞുങ്ങൾ ഓൾറെഡി അവരുടെ കഴുത്ത് ഷോർട്ട് ആയിരിക്കും, കഴുത്തിൽ കൊഴുപ്പുള്ളതുകൊണ്ട് ഓൾറെഡി ശ്വാസത്തിന് അവർക്ക് ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് അവർക്ക്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയ വളരെ കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ സർജറി ചെയ്യാന്നുള്ളത്. പിന്നെ എന്തെങ്കിലും മുഖത്ത് ഡിഫോർമിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇതേ ഇഷ്യൂസ് വരാം. ഇത്രയുള്ള കണ്ടീഷൻ സർജറി ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂഷ്വലി അതങ്ങ് റിഗ്രസ് ചെയ്ത് പോകും. ഇനിയും അടുത്ത സംഗതി എന്ന് പറയുന്നത് ഇയർ ഇൻഫെക്ഷൻ ആണ്. അക്യൂട്ട്, ക്രോണിക് അല്ലെങ്കിൽ ബ്ലൂ ഇയർ, ഇങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പം യൂഷ്വലി 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 60% കുഞ്ഞുങ്ങൾക്കും ഒരു പ്രാവശ്യമെങ്കിലും ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിനുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പുകയുള്ള അന്തരീക്ഷം, ഒരുപാട് കുട്ടികളുള്ള പ്ലേ സ്കൂള്, പിന്നെ ഭക്ഷണം റിഫ്ലക്സ് ഉള്ള, അതായത് ഫുഡ് റിഫ്ലക്സ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഇയർ ഇൻഫെക്ഷൻ വരാം. പിന്നെ ഹെൽത്ത് മോശമായിട്ടുള്ള, അതായത് മാൽ ന്യൂട്രീഷനുള്ള, അതായത് ന്യൂട്രീഷൻ, പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും അങ്ങനെയൊക്കെയുള്ള വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക്. സിംറ്റം വെരി ഈസി. പനി വരും, ചുമ വരാം, ചെവിക്ക് വേദന വരാം, ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് വരാം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ ഈ ഇയർ ഇൻഫെക്ഷന്റെ കൂടെ വരാം. ലൂസ് മോഷൻ ഇതിന് പറയുന്ന പാരന്ററൽ ഡയറിയ എന്ന്. അതായത് ചെവിയിൽ ഇൻഫെക്ഷന്, ന്യൂമോണിയ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയൊരു വയറിളക്കം കൂടെ വരും. അത് വൈറ്റ്ലെസ് പ്രോബ്ലം കൊണ്ടല്ല, നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതുകൊണ്ട് ലൂസ് മോഷൻ ഇതിന്റെ കൂടെ വരാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇയർ ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞുങ്ങൾ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കേൾവിക്ക് പ്രശ്നം വരാം. അങ്ങനെ വരുമ്പോൾ സ്കൂൾ പെർഫോമൻസിനെ ബാധിക്കും, ഈവൻ ഗ്രോത്തിനെ വരെ ബാധിക്കും.
ഇനി ഇതാണ് നമ്മുടെ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ ഇയർ കനാലാണ്. ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ചെവിക്കുള്ളിലുള്ള വായു ഫ്ലൂയിഡും ഒക്കെ ഈ ബ്ലൂ ഈ ഡോട്ട് പോകുന്ന രീതിയിൽ നമ്മുടെ ത്രോട്ടിലോട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിനാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. നമ്മൾ മൂക്കും വായു അടച്ചിട്ട് ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഒരു പോപ്പ് വരത്തില്ലേ, ചെവിക്കകത്ത് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഓപ്പൺ ആകുന്ന പോലെ. അത് ഈ നമ്മുടെ നെറുകെ എന്നുള്ള ആ യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി എയർ ചെവിയിലോട്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഡിനോയിഡ്സ് അല്ലെങ്കിൽ ടോൺസിൽ വന്നു കഴിഞ്ഞാൽ ഈ ട്യൂബ് അങ്ങ് ബ്ലോക്ക്. അപ്പം ഇവിടുന്ന് ഈ ചെവിയുടെ ഭാഗത്തുനിന്ന് ഉൾഭാഗത്തു നിന്നുള്ള വായുവിനും ഫ്ലൂയിഡിനും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ വരും. അതാണ് ഇവിടെ കാണുന്ന ഈ ഭാഗം. അതിനകത്ത് ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്നതിനാണ് ഈ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ, ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞാൽ ചെവിക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ ബ്ലോക്ക് ആകുന്നു, എന്നിട്ട് ഇവിടെ ഫ്ലൂയിഡ് നിറയുക ചെയ്യുന്നത്. അപ്പൊ അതിനാണ് വരുന്നത്. അപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റിസും അഡിനോയിഡും ഉള്ള പിള്ളേർക്ക് ഇത് വരാം. ട്രീറ്റ്മെന്റ് സാധാരണഗതി നമ്മൾ പാരസെറ്റമോൾ കൊടുക്കും, സ്റ്റീം, പിന്നെ കഫ ഇളകാനുള്ള മരുന്നുകൾ, ത്രോട്ടിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. ആന്റിഹിസ്റ്റമിൻ ഹെൽപ്പ് ചെയ്യും പലപ്പോഴും. കാരണം ഈ പറഞ്ഞ ഡീകൺജസ്റ്റന്റ് ആണ്. മൂക്കിലുള്ള ഈ പറഞ്ഞ മൂക്ക് അടഞ്ഞിരിക്കുന്നത് ഓപ്പൺ ആക്കും. അന്നേരം ഈ ചെവിയുടെയും നെറുകെ ഓപ്പൺ ആകുമ്പോൾ ഈ ബ്ലോക്കും കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നന്നായിട്ട് ഫ്ലൂയിഡ് കൊടുക്കുക. ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോവുക, ആന്റിബയോട്ടിക് കൊടുക്കേണ്ടതായിട്ട് വന്നിരിക്കും. ഇനിയും അടുത്ത ഒരു കോമൺ ആയിട്ട് നമ്മളപ്പം ചെവി കഴിഞ്ഞു, ഇനി താഴോട്ട് വരികയാണ്. അടുത്ത ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ എയർവേസ് ഇൻഫെക്ഷൻ എന്ന് പറയും. ക്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ തൊണ്ട ഭാഗത്ത്, അതായത് നമ്മുടെ സൗണ്ട് ബോക്സ് ഇല്ലേ, ആ വിൻഡ് പൈപ്പ്, അവിടൊക്കെയുള്ള ഇൻഫെക്ഷൻ വരുന്നതിനാണ് ക്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ കോമൺ ആണ് പിള്ളേർക്ക്. അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്, ഇത് യൂഷ്വലി വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. ശബ്ദത്തിനൊരു ബ്രാസി ആയിട്ടുള്ള ഒരു സൗണ്ട് വരും. ചുമക്കുന്നതിന് വരെ കുരയ്ക്കുന്ന പോലെ ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് വരും. ഒരു മെറ്റാലിക് കോഫ് എന്ന് പറയും. അതിന്റെ കൂട്ടത്തിൽ തന്നെ തൊണ്ടയ്ക്ക് ഒരു സ്ട്രൈഡർ സൗണ്ട് വരും, ഇങ്ങനെയുള്ള ഒരു സൗണ്ട് വരും. ഇത് യൂഷ്വലി ഒരു 4-5 ദിവസം കൊണ്ട് ഇത് മാറും. പക്ഷെ ഇത് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും പോകണം. സ്റ്റിറോയിഡ് കൊടുക്കും. നമ്മൾ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ നെബുലൈസേഷൻസ് എന്ന് പറഞ്ഞ അതൊക്കെ ചില മരുന്നുകൾ ആവിയായിട്ട് കൊടുക്കും. അങ്ങനെ അത് ട്രീറ്റ് ചെയ്യുന്നത്. ഒറ്റ ഡോസ് സ്റ്റിറോയിഡ് കൊണ്ട് തന്നെ ഇത് മാറും കോമൺ ആയിട്ട്. പക്ഷെ എപ്പോഴാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടത്? ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്രീത്തിങ് ആൻഡ് സ്വാളോയിങ് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, ശ്വാസം എടുക്കുന്നതിനും വെള്ളം ഇറക്കുന്നതിനും ബുദ്ധിമുട്ട്. പിന്നെ ഒരു മേജർ സിംറ്റം ആണ് ഇതിന്റെ മെഡിക്കൽ അഡ്വൈസ് ചെയ്യേണ്ടത്. വായിൽ കൂടി ഇങ്ങനെ തുപ്പൽ പുറത്തോട്ട് വരിക. ഈ ഉമിനീര് ഇറക്കാൻ വരാതെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ വായിൽ കൂടി ഇങ്ങനെ ഉമിനീര് പുറത്തോട്ട് വരും. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വെള്ളം ഇറക്കാനുള്ള പ്രയാസം ഉണ്ടെന്നുള്ളതാണ്. ലിപ്സ് ബ്ലൂ ആകുക, സൈനോസിസ് ആകുക. പിന്നെ ഈ വെറുതെ കിടക്കുമ്പോൾ ഈ പറഞ്ഞ സ്ട്രൈഡർ സൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോകണം. അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അത് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക്, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അപ്പൊ നമ്മൾ തൊണ്ടയിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ചെസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. വിന്ററിൽ കുവൈറ്റിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. കുഞ്ഞിന് ആദ്യം ഇത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫ്ലൂ പോലുള്ള ഒരു സിംറ്റം വരും, ഒരു ജലദോഷമോ ഒരു ചുമയൊക്കെ. അതിനുശേഷം ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ചെറിയതായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. ഈ പറഞ്ഞ എല്ലാ വൈറസുകളും ഇതുണ്ടാക്കാം. ഇത് തന്നെ മാറുന്ന ഒരു കണ്ടീഷനാണ്. ആന്റിബയോട്ടിക്സ് ഒരു പ്രയോജനമില്ല കൊടുത്തുകൊണ്ട്. സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഫ്ലൂയിഡ് നന്നായിട്ട് കൊടുക്കുക, ഹൈഡ്രേഷൻ, അത് വൺ ഓഫ് ദ മേജർ ട്രീറ്റ്മെന്റ് ആണ് ഇതിന്. പിന്നെ ഈ താഴെ കാണുന്ന വീഡിയോ പോലെ കുഞ്ഞ് ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ചെസ്റ്റ് അകത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ ശ്വാസകോശത്തിന്റെ ട്യൂബുകൾ അവിടെ നീർക്കെട്ട് വരിക ചെയ്യുന്നു. നമ്മുടെ ആസ്മയൊക്കെ വരുന്ന പോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കേ വരത്തുള്ളൂ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ചെസ്റ്റ് വാൾ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെസ്റ്റ് അകത്തോട്ട് പോകുന്നത്. നമ്മുടെ വലിയവർക്ക് ഇങ്ങനെ ഉണ്ടാകത്തില്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുള്ളൂ. ഇനിയും അടുത്ത കോമൺ ആയിട്ടുള്ള ചെസ്റ്റിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ ഇൻഫെക്ഷൻ വരിക എന്നുള്ളതാണ്. ന്യൂമോണിയ എപ്പോഴും ഭൂരിപക്ഷം സമയത്തും ന്യൂമോണിയ പ്രസന്റ് ചെയ്യുന്നത് വലിയ പനി കാണും, നല്ല ഫീവർ കാണും. പിന്നെ ചുമയ്ക്കുന്ന കഫം എന്ന് പറയുന്ന ഒരു പെറ്റായിട്ടുള്ള ഒരു കഫമുള്ള ഒരു ചുമയായിരിക്കും. ഡ്രൈ ആയിട്ടല്ല, കഫമുള്ള ചുമയായിരിക്കും. പക്ഷെ ഏർലി സ്റ്റേജസ് ഓഫ് ന്യൂമോണിയയിൽ ഡ്രൈ ആയിട്ടുള്ള ചുമയായിരിക്കും.
പിന്നെ വൈറൽ ന്യൂമോണിയയിലും ഈ കഫം ഇല്ലാതെ തന്നെ ചുമ വരാം. പിന്നെ നമ്മൾ എപ്പോഴാണ് വറി ചെയ്യേണ്ടത്? വറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുമ്പോൾ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയിൽ ഒന്ന് കാര്യം എന്ന് പറയുന്നത് ഈ നേസൽ ഫ്ലെയർ എന്ന് പറയും. ഈ വീഡിയോ കാണുന്ന ആ കുഞ്ഞിന്റെ മൂക്ക് ശ്വാസം എടുക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ വികസിച്ച് വരിക, അതിനാണ് നേസൽ ഫ്ലെയർ എന്ന് പറയുന്നത്. ഈ രണ്ട് വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ചെസ്റ്റ് ഇൻഡ്രോയിങ്, മറ്റേ ആ പ്രീവിയസ് കണ്ടീഷനിൽ കണ്ട പോലെ തന്നെ ചെസ്റ്റ് അകത്തോട്ട് പോവുക. പിന്നെ വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെസ്റ്റ് പെയിൻ പറയും. പിന്നെ കുഞ്ഞ് വളരെ ടയേർഡാണ്, ഫീഡിങ് എടുക്കുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ലൂസ് മോഷൻ ഇതിന്റെ കൂടെ വരാം. അത് ലൂസ് മോഷൻ ഇതുമായിട്ട് ന്യൂമോണിയ കൊണ്ട് വരുന്നതല്ല, ന്യൂമോണിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ബോഡിയുടെ റെസ്പോൺസ് ആയിട്ട് വരാം. അപ്പം ഇതിനകത്ത് വറീസം ആയിട്ടുള്ളത് ഹൈ ഗ്രേഡ് ഫീവർ, ഫാസ്റ്റ് ബ്രീത്തിങ്, പിന്നെ ഗ്രണ്ടിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ മുക്കി ശ്വാസം എടുക്കുക. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് ഇങ്ങനെ കൊളാപ്സ് ആകാൻ പോവുകയാണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിന്റെ ഒരു ഫൈനൽ ട്രയലാണ്. അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും ഗ്രണ്ടിങ്ങും ഫാസ്റ്റ് ബ്രീത്തിങ്ങും നേസൽ ഫ്ലെയറും ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഏർലി ട്രീറ്റ്മെന്റ് വിത്ത് ആന്റിബയോട്ടിക്, ആന്റിവൈറൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിക്കവറി നല്ലതാണ്. ന്യൂമോണിയ ഒക്കെ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങ് താഴോട്ട് വന്നു കഴിഞ്ഞാലുള്ള അടുത്ത ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വയറിളക്കം. വയറിളക്കം എന്ന് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം കുഞ്ഞിന് ആദ്യം ഒരു ഫ്ലൂ പോലത്തെ സിംറ്റം വരും, വൊമിറ്റിംഗ് വരും. ഈ ലൂസ് മോഷൻ എന്ന് പറയുന്നത് വെള്ളം പോലെ ആയിരിക്കും. ചെറിയ വയറുവേദനയൊക്കെ വരാം. എപ്പോഴാ നമ്മൾ ഇതിന് ചികിത്സ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലൂയിഡ്സ് കൊടുക്കുക, ORS കൊടുക്കുക. ORS എന്ന് പറയുന്നത് ലൈഫ് സേവിങ് മെഡിസിൻ ആണ്. മെഡിസിൻ എന്നല്ല, ലൈഫ് സേവിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. ഇപ്പൊ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ORS തീർച്ചയായിട്ടും ORS കൊടുക്കണം. മോഷൻ പോകുന്നതനുസരിച്ച് ഇപ്പം ഒരു 30 മില്ലി മോഷൻ പോയാൽ അത്രയും തന്നെ ORS കൊടുക്കുക. അങ്ങനെ പോകുന്നതനുസരിച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും മതി. പിന്നെ ഇത് ചില റെയർലി വൈറസ് കൊണ്ടുള്ള വയറിളക്കം ബ്ലഡ് മോഷനിൽ ഉണ്ടാക്കും. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും പോകണം. അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ആണ്, വറി ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ദിവസം ഒരു 10 പ്രാവശ്യമൊക്കെ പോകും, 10-12 പ്രാവശ്യം ലൂസ് മോഷൻ പോകും. പക്ഷെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സയൻസ് ഉണ്ടോ എന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ അത് കാണിക്കാം. എന്താണ് ഡീഹൈഡ്രേഷൻ സയൻസ് എന്ന്, സിവിയർ ആയിട്ടുള്ള അതിന്. ഇനി ബാക്ടീരിയൽ ആണെങ്കിൽ ഫീവർ ഇച്ചിലൂടെ കൂടുതലായിരിക്കും. പിന്നെ ഡയറിയക്ക് ഈ ലൂസ് മോഷനകത്ത് മ്യൂക്കസും ബ്ലഡും, അതായത് ചളിയും ചോരയും കാണും. അത് ബാക്ടീരിയലി മാത്രമല്ല, ചില ഈ അമീബ പോലുള്ള ഓർഗാനിസം ഉണ്ട്, അതുപോലത്തെ ഇൻഫെക്ഷൻ വന്നാലും ഈ പറഞ്ഞ പോലെ ബ്ലഡും മ്യൂക്കസും കാണും. ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കുക. അഗൈൻ ഇവിടുത്തെ കണ്ടീഷനിൽ ഇതിൽ ആന്റിബയോട്ടിക്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ്. ഇപ്പം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ചിലപ്പം ഹോസ്പിറ്റലിൽ അവർ ഡ്രിപ്പൊക്കെ ഇട്ടുന്നിരിക്കും. അല്ലെങ്കിൽ മൈൽഡ് ഒക്കെ ആണെങ്കിൽ ORSും വീട്ടിലുള്ള ORS പോലെ സിമിലർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ മതിയാവും. കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, കുറച്ച് ഉപ്പിട്ട്, ഒരുപാട് ഉപ്പിട്ട് കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ നമ്മളിപ്പം പരിപ്പിൽ ദാലൊക്കെ ഇല്ല, ദാലിന്റെ വെള്ളം, നാരങ്ങ വെള്ളം, കുറച്ച് ഉപ്പും മധുരമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഉപ്പിന്റെ അളവ് കൂടിപ്പോകരുത്. അതുകൊണ്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ORS കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സോൾട്ടും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് ORS എന്ന് പറയുന്ന സാധനം. ഇനി ഇത് ലേറ്റ് സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ ആണ്. വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ അതായത് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ തലയുടെ അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഫോണ്ടനെല്ലാം അതിങ്ങനെ താന്നിരിക്കും. അതുപോലെ കണ്ണൊക്കെ കുഴിക്കാത്ത, ഈ ഫോട്ടോ കണ്ടാൽ അറിയാം ഈ പയ്യന്റെ. അതേപോലെ ഏർലി ആയിട്ടുള്ള ഡീഹൈഡ്രേഷനിൽ ഭയങ്കര ദാഹമായിരിക്കും. കുഞ്ഞിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ കുടിക്കും. പക്ഷെ ഈ ഡീഹൈഡ്രേഷൻ പ്രോഗ്രസ് ചെയ്ത് ലേറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുകയില്ല, ദാഹം നഷ്ടപ്പെടും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതുകൊണ്ട് ദാഹം നല്ലപോലെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ അത് ചികിത്സിക്കണം. ഭയങ്കരമായിട്ട് ദാഹം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ നമ്മളിപ്പോ വയറിലൊക്കെ തൊലിയെ പിടിച്ചു കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ തന്നെ മടങ്ങിയിരിക്കും. തൊലി വലിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വലിഞ്ഞിരിക്കും. അതിനാണ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്കിന്നിന്റെ കുറയും. പിന്നെ മൂത്രം പോകാതിരിക്കുക, ഭയങ്കരമായിട്ട് ടയേർഡും ക്ഷീണമാകുക. ഈ താഴെ കാണുന്ന പിക്ചർ എന്നൊക്കെ പറയുന്നത് വളരെ ലേറ്റ് സ്റ്റേജ് ആണ്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ഒരു സെക്ഷനാണ്. ഇന്നത്തെ കാലത്ത് അത്രയൊന്നും സിവിയർ ആയിട്ട് ആൾക്കാർക്ക് കുറച്ചൊക്കെ അവയർനെസ് ഉള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലൊന്നും വരാറില്ല.
ഒരു മോഡേൺ സൊസൈറ്റിയില്ല. പക്ഷെ ഇപ്പോഴും ഗ്രാമങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ വയറിളക്കം ഈ പറഞ്ഞ ഗ്യാസ്ട്രോൻട്രൈറ്റിസ് മരിക്കാറുണ്ട്. ഇതൊരു പോയിന്റ് ആണ്. ORS വുഡ് പ്രിവെന്റ് 500,000 ഡെത്ത്സ്, 5 ലക്ഷം മരണങ്ങൾ വരെ ഒരു വർഷം ORSന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഈ ORS കൊടുക്കുകയാണെങ്കിൽ. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഡയറി മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോൺസ്റ്റിപ്പേഷൻ ആണ്, മലബന്ധം. ഇപ്പൊ മലബന്ധം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ, മറ്റേത് ഓർഗാനിക്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശരീരത്തിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ അവന്റെ ലൈഫ് സ്റ്റൈലിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഒരു കോൺസ്റ്റിപ്പേഷൻ ആണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്, അത് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പം ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മലം പിടിച്ചു വെക്കും. മലം പിടിച്ചു വെക്കും തോറും ആദ്യത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വരും. ഇച്ചിരി മലം മുറുകി കഴിയുമ്പോൾ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര പെയിനും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് അടുത്ത പ്രാവശ്യം മലം അവൻ പാസ് ചെയ്യാനായിട്ട് അവന് പേടിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് പിടിച്ചു വെക്കും. മലം പിടിച്ചു വെക്കും തോറും നമ്മുടെ വൻകുടലില് ജലാംശം, ഈ മലത്തിലുള്ള ജലാംശം വൻകുടൽ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഈ മലം വീണ്ടും വീണ്ടും ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു വിഷ്യസ് സൈക്കിളായിട്ട് മാറും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസാണ്. പിന്നെ ഡയറ്റ്, കുറച്ചുകൂടെ വലിയ പിള്ളേരാണെങ്കിൽ ഫൈബർ ഇല്ലാത്ത ഡയറ്റ്, ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഗട്ടിന്റെ, അതായത് കുടലിന്റെ മൂവ്മെന്റ് ഒക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഇത് വരും. പിന്നെ സ്ട്രെസ്സും എൻവയൺമെന്റും സാഹചര്യം ചുറ്റുപാടുകളും അനുസരിച്ച് ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പം സ്കൂളിൽ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നല്ല ടോയ്ലറ്റ് ഇല്ല, അപ്പം അവരവിടെ ആ ടോയ്ലറ്റിൽ പോവുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ പീർ പ്രഷർ, സ്കൂളിലെ പ്രഷർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫങ്ഷണൽ. ഇതാണ് കൂടുതൽ കോമൺ. പിന്നുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആണ്. ഇത് നമ്മൾ വറി ചെയ്യേണ്ടതാണ്. തൈറോയിഡ് പ്രോബ്ലം, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ, പിന്നെ ചില മെഡിക്കേഷൻസ്, ഇപ്പൊ ഈ അയൺ പോലത്തെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്താൽ കോൺസ്റ്റിപ്പേഷൻ വരാം. പിന്നെ ചില അന്റാസിഡുകൾ കൊടുത്താൽ കോൺസ്റ്റിപ്പേഷൻ വരാം, ഇപ്പൊ അസിഡിറ്റിക്ക് ഉള്ള മരുന്നുകൾ. പിന്നെ അതായത് കോളൺ അല്ലെങ്കിൽ നമ്മുടെ മലം പാസ് ചെയ്യുന്ന ആ റെക്റ്റം, ANS, അവിടെയൊക്കെയുള്ള ഞരമ്പുകളുടെ പ്രോബ്ലംസ് കൊണ്ട് ജന്മനായിട്ടുള്ള പ്രോബ്ലംസ് വരാം, അല്ലാതെ പിന്നീടായിട്ടുള്ള. അതൊക്കെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോയി ചികിത്സ തേടേണ്ടതാണ്. അതുകൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫങ്ഷണൽ ആണോ ഓർഗാനിക് ആണോ എന്നുള്ള ഡിഫറൻഷിയേറ്റ് നമ്മൾ നോക്കും. ഫങ്ഷണൽ ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യും. റെയർലി മെഡിസിൻ വേണ്ടി വരത്തുള്ളൂ. നന്നായിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ഫ്ലൂയിഡ്സ് കൊടുക്കുക. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയും. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 2 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ടോയ്ലറ്റിൽ കൊണ്ടിരുത്തുക. അപ്പൊ കുഞ്ഞ് മോഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എൻകറേജ് ചെയ്യുക. അങ്ങനെ ഡെയിലി 1-2 പ്രാവശ്യം ഫിക്സഡ് ആയിട്ട് കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ തന്നെ അതങ്ങ് ട്രെയിൻഡ് ആയി കഴിയുമ്പോൾ മോഷൻ പാസ് ചെയ്യും. പിന്നെ നല്ല ഡയറ്ററി മാനേജ്മെന്റ്, ഫൈബർ ഉള്ള ഡയറ്റ്, റെഡ്യൂസ് ജങ്ക് ഫുഡ്, നല്ലതായിട്ട് ഫ്ലൂയിഡ് കൊടുക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നല്ല എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ലാസ്റ്റ് ഓപ്ഷൻ ആണ് മെഡിസിൻ എന്ന് പറയുന്നത്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ചില മെഡിസിൻസ്, ലാക്ടുലോസ് അല്ലെങ്കിൽ ഇപ്പം പെഗ് എന്ന് പറയും, അത് ഈ പറഞ്ഞ മോവിക്കോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് റെയർ ആയിട്ട് യൂസ് വരുള്ളൂ. ഇനിഷ്യൽ ആയിട്ടുള്ള ആ ഒരു മാനേജ്മെന്റിൽ തന്നെ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇതുകൊണ്ടൊന്നും ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ മാത്രം ഡോക്ടറിനെ കണ്ടുവരും. വയറ് വീർത്ത് വരിക, ഭയങ്കര വയറുവേദന, ഒരുപാട് ദിവസം മലം പോകാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടത്. ഇനി വരുന്ന ഒരു ക്രോണിക് പ്രോബ്ലം ആണ് പിള്ളേർക്ക് ചൈൽഡ്ഹുഡ് ആസ്ത്മ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന, പേരൻസിന്റെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കണ്ടീഷനാണ്. ഇത് നമ്പർ 1 കോസ് ഓഫ് ക്രോണിക് ഇൽനെസ് ഇൻ ചിൽഡ്രൻ ആണ്. ക്രോണിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത്. ഇതിന്റെ കോസ് ജനറ്റിക്സും ഉണ്ട്, അലർജി ഉണ്ടാകാനുള്ള അന്തരീക്ഷമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഹയർ ചാൻസ് ആണ്. വീട്ടിലുള്ള അലർജൻസ്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പിള്ളേർക്ക് ആസ്ത്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ 5 വയസ്സ് വരെ ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ വന്നാലും പിള്ളേർക്ക് ഈ ചെസ്റ്റിനകത്ത് ഈ ആസ്മയുടെ കൂട്ടുള്ള ഫീച്ചേഴ്സ് വരും. അപ്പൊ അത് കാരണം നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ഡയഗ്നോസ് ചെയ്യത്തില്ല. ഇനി ഈ അറ്റോപിക് ആസ്ത്മ എന്ന് പറയുന്ന ഈ ഒരു ആദ്യത്തെ കണ്ടീഷനാണ്
ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ആസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ, അത് അലർജി കൊണ്ട് ഉണ്ടാവുന്ന ആസ്മ. അത് കണ്ടില്ലേ, പ്രായമായത് 0, 3, 6 അങ്ങനെ വയസ്സാണ്. അപ്പം പ്രായം മുമ്പോട്ട് വന്നിട്ട് അറ്റോപിക് ആസ്മയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം നോക്കി ട്രാൻസിയൻ വീസ്, ചെറിയ ഏജ് ഗ്രൂപ്പിൽ ഈ ഈ ചെസ്റ്റിൽ VC ചെസ്റ്റ് ആസ്മ പോലത്തെ സിംറ്റം വരുന്ന വളരെ ഹൈ ആണ് വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ. അതങ്ങ് കുറച്ച് വലുതാകുമ്പോൾ 5-6 വയസ്സാകുമ്പോൾ മാറും. പിന്നെ വൈറസ് കൊണ്ടുള്ള വീസ് എന്ന് പറയുന്നത് പ്രായം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കുറയും. ഇനി എന്താണ് ഈ ആസ്മ എന്ന് പറയുന്നത്? ആസ്മ എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ പടം നോക്കി, ശ്വാസകോശത്തിന്റെ ചെറിയ ട്യൂബുകളുണ്ട്, അതിനാ ബ്രോങ്കിയോൾസ് എന്നാണ് പറയുന്നത്. ആ ട്യൂബില് ഇത് മേളത്തെ പടം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. രണ്ടാമത്തെ പടം നോക്കി, അതിനുള്ളില് ഒരു കട്ട് സെക്ഷൻ ആണ്, അതിനുള്ളില് നീരിങ്ങനെ കെട്ടി ഇരിക്കുകയാണ്. അവിടെ വരുമ്പോഴത്തെ അത് ഇൻഫ്ലെയിംഡ് ബ്രോങ്കി, അത് ഈ അലർജിയൊക്കെ കാരണം അവിടെ കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് അതങ്ങ് അവിടെ നീർക്കെട്ട് വരും. അപ്പൊ ഇതിന്റെ ഓപ്പണിങ് ചെറിയ ദ്വാരമാകും. അന്നേരം കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ ശ്വാസം കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ VC സൗണ്ട് വരുന്നത്. ഒരു മ്യൂസിക്കൽ സൗണ്ടാണ് അത്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ചെറിയൊരു പൈപ്പിന്റെ അറ്റം ചേർത്ത് പിടിച്ച് ഊതിക്കഴിഞ്ഞാൽ ഒരു ശബ്ദം വരത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചെറിയ ട്യൂബിൽ കൂടെ ശ്വാസം പോകുമ്പോഴത്തേക്ക് ആ സൗണ്ട് വരുന്നത്. ഇനി എന്താണ് ഈ ആസ്മയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? പേരൻസിന് ആസ്മ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് സ്കിന്നിന് അലർജി ചൊറിച്ചിലുള്ള ആൾക്കാർക്ക് ആസ്മയ്ക്കുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫുഡിന് അലർജി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ സ്കിന്നിൽ അലർജിയോ അങ്ങനെ വല്ല ഉള്ളവർക്ക് ആസ്മയ്ക്കുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ വേറെ പലതരത്തിലുള്ള അലർജി ഉണ്ട്, ഇപ്പൊ പോളൻ അല്ലെങ്കിൽ നമ്മള് ഡ്രസ്സ് അല്ലെങ്കിൽ പെർഫ്യൂംസ് അങ്ങനെയൊക്കെയുള്ള അലർജി ഉള്ളവർക്ക് ആസ്മയ്ക്കുള്ള റിസ്ക് കൂടുതൽ. പിന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് അലർജൻസ് ഉണ്ടെങ്കിൽ, എന്തൊക്കെ കോമൺ അലർജൻസ്? ഫുഡ്, അതേപോലെ പെറ്റ്, പൂച്ച, പട്ടി, പ്രാവ്, നമ്മുടെ പുറത്തുള്ള പ്രാവിന്റെ ഈ വേസ്റ്റ്, ഈ പ്രാവിന്റെ കാഷ്ടം അതിങ്ങനെ ഡ്രൈ ആയി പൊടിയായിട്ട് അതിൽ നിന്നൊക്കെ ഒത്തിരി കെമിക്കൽസും അതുപോലെ ഫംഗൽ അങ്ങനെയൊക്കെയുള്ള അലർജി ഉണ്ടാക്കാം. പിന്നെ വലിയ പിള്ളേർക്കാണെങ്കിൽ സ്ട്രെസ് തന്നെ ഒരു കോസ് ആവാം. ചില മെഡിസിൻസ് ഉണ്ടാകാം, ഡസ്റ്റ്, പെർഫ്യൂംസ്, വായുവിലുള്ള പൊല്യൂഷൻ. വീട്ടിൽ വലിയ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ്മയ്ക്ക് ഉള്ള ഒരു റിസ്ക് ഉണ്ട്. ഇനി ആസ്മയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഓഫ് കോഴ്സ്, ശ്വാസത്തിനൊരു പ്രയാസം വരും. കുഞ്ഞിന് ചെസ്റ്റിനൊരു പിടുത്തം പോലെ, വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയാം എനിക്ക് ചെസ്റ്റിനൊരു പിടുത്തം പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ചിലവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വീസ് പോലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ശ്വാസം എടുക്കുമ്പോൾ കിയോ കിയോ എന്നുള്ള ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു മേജർ സിംറ്റം ആണ് നൈറ്റ് ആൻഡ് ഏർലി മോർണിംഗ് ചുമ. കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് ചുമയ്ക്കുക അല്ലെങ്കിൽ വെളുപ്പംകാലത്ത് ചുമയ്ക്കുന്ന ആസ്മയുടെ ഒരു സിംറ്റം ആകാം. അപ്പൊ ഈ ആസ്മ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ, ആസ്മ വീണ്ടും പെട്ടെന്ന് വരാനുള്ള കോസസ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള അലർജൻസ്, കെമിക്കൽസ് എന്തെങ്കിലും എക്സ്പോഷർ ആകുക, ഈ പറഞ്ഞ മേളിലുള്ള അലർജൻസ്, അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ. ചില കുഞ്ഞുങ്ങൾക്ക് എക്സസൈസ് തന്നെ ആസ്മ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാം. അതായത് ഓൾറെഡി ആസ്മയുള്ള കുഞ്ഞിന് പെട്ടെന്ന് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. പിന്നെ പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനം, അതായത് ഡസ്റ്റ്, പെട്ടെന്ന് പൊടി പുറത്തു വരും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൂടുതൽ കാണാറുണ്ട് കോമൺ ആയിട്ട്. ഈ പുറത്തൊരു ഇവിടെ ഒരു പൊടിക്കാറ്റ് വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് കേസസ് നമുക്ക് കൂടാറുണ്ട്. പിന്നെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിയും ഡസ്റ്റും മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ വേറെ കെമിക്കൽസ് ഈ പറഞ്ഞ പോലെ ഡസ്റ്റ് കൊണ്ടുവരും പൊടിക്കാറ്റ്. പിന്നെ വായുവിലുള്ള ഈ പറഞ്ഞ കെമിക്കൽസ് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രൗഡിൽ പോയി സ്മോക്ക് എക്സ്പോഷർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് വരും. ഇനി നമുക്ക് ആസ്മ എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഏജ് ഗ്രൂപ്പിൽ ഡിഫിക്കൽട്ടായി ഡയഗ്നോസ് ചെയ്യാൻ. അതുകൊണ്ട് സാധാരണ അലർജിസ്റ്റ് അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ സിംറ്റംസ് മാറുക, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ ആണെങ്കിൽ വ്യായാമം ചെയ്യാനുള്ള ഒരു ടോളറൻസ് വരിക, ലങ്സിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, വീണ്ടും ഒരു പുതിയ അറ്റാക്ക് വരുന്നതിന് പ്രിവെന്റ് ചെയ്യുക, ഏറ്റവും മിനിമം സൈഡ് എഫക്ട്സോട് കൂടിയുള്ള മെഡിസിൻസ്. പിന്നെ വളരെ റെയർ ആയിട്ട് ആസ്മ കൊണ്ട് മരണം വരെ സംഭവിക്കാം. അങ്ങനെ വളരെ റെയർ എന്നല്ല പറയേണ്ടത്, അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആസ്മയുള്ള വലിയവരായാലും കുഞ്ഞുങ്ങളായാലും സിവിയർ ആയിട്ട് വന്നിട്ട് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തടയാന്നുള്ളതാണ് ആസ്മയുടെ ട്രീറ്റ്മെന്റ് കോൺസെപ്റ്റ്. ഇനിയും 2 തരം ഡ്രഗുകളുണ്ട്, മരുന്നുകളുണ്ട്. ഒന്ന് പ്രിവെന്റ് ചെയ്യാനുള്ളത്, പിന്നെ റിലീവ് ചെയ്യാനുള്ളത്. പ്രിവെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റിറോയിഡ് പോലത്തെ സ്പ്രേ ഉപയോഗിച്ച് തടയും. അത് പ്രിവെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ്മ വരുന്നത് തടയാൻ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റിലീവേഴ്സ് ആണ്. റിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രിവെന്റേഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കുഞ്ഞിനൊരു സിംറ്റം വന്ന ഉടനെ തന്നെ നമ്മൾ റിലീവേഴ്സ് അതിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുക. പിന്നെ പുതിയ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്
ബയോളജിക്സ് എന്ന് പറയും. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ചില പ്രത്യേകതരം മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചക്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ കുവൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സിവിയർ ആയിട്ടുള്ള ആസ്മയുള്ള പിള്ളേർക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കോമൺ പ്രോബ്ലം ആണ് കുഞ്ഞുങ്ങൾക്കുള്ളത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തെ ഇൻഫെക്ഷൻ. മൂത്രത്തെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും മൂത്രം ഒഴിക്കാൻ മടിയായിരിക്കും. മൂത്രം ഇങ്ങനെ പിടിച്ചു വെക്കും. ആ മൂത്രം പിടിച്ചു വെക്കുമ്പോഴത്തേക്കും യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത പോകും. ഒരു 12 വയസ്സ് വരെ ഉള്ള അല്ല 12 മാസം വരെ ആൺകുട്ടികൾക്ക് കാണാറുണ്ട്. പിന്നെ 5 വയസ്സ് തൊട്ട് പെൺകുട്ടികൾക്കാണ് കോമൺ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. സിംറ്റം എന്ന് പറഞ്ഞാൽ പനി, ഈ വിറയലുള്ള പനി, അത് പിന്നെ ഛർദി, ഇത് 2 യൂറിനറി ഇൻഫെക്ഷന് കാണുന്ന ഒരു സിറ്റുവേഷനാണ്. പനി, ഫീവർ, ചിൽസ്, വോമിറ്റിംഗ്. അതിന്റെ കൂട്ടത്തിൽ വയറുവേദന, മൂത്രം ഒഴിക്കുമ്പോൾ പ്രയാസം, മൂത്രത്തിൽ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ല്, അല്ലെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ്, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ മൂത്രം ഒഴിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് മൂത്രം ഒഴിക്കുക. പിന്നെ ഒരു ലോങ് ടേം യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈവൻ വളർച്ചയെ വരെ അത് ബാധിക്കും. നമ്മൾ സാധാരണ ട്രീറ്റ് ചെയ്യുന്നത് ആന്റിബയോട്ടിക് കൊടുക്കാറുണ്ട്, പക്ഷെ അത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. ആൺകുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിന്റെ അടുത്ത് പോയിരിക്കണം. വയറിന്റെ ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൺകുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ചെറിയ കുഞ്ഞിനെ കുറച്ച് വലുത് ആൺകുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം. നന്നായിട്ട് ഫ്ലൂയിഡ്സ്, ഓറൽ ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കണം. വെള്ളം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. പിന്നെ മൂത്രം പിടിച്ചു വെക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അഡ്വൈസ് ചെയ്യണം. പെൺകുട്ടികൾ സ്കൂളിലൊക്കെ മൂത്രം ഒഴിക്കാൻ മടിയായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മൂത്രം പിടിച്ചു വെക്കുക, എന്നിട്ട് യൂറിനറി ഇൻഫെക്ഷനുള്ള റിസ്ക് കൂടും. പിന്നെ ഹൈജീൻ, നമ്മുടെ ശരീരം നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വസ്ത്രം ഇപ്പം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തുള്ള ഇൻഫെക്ഷൻ മുകളിലോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വരാം. കാരണം പെൺകുട്ടികൾക്ക് ഈ മൂത്രനാളി വളരെ ഷോർട്ട്, ആൺകുട്ടികളെക്കാളും. അതുകൊണ്ട് വളരെ വേഗത്തിൽ മുകളിലോട്ട് ഇൻഫെക്ഷൻ കയറി കിഡ്നിയെ വരെ മുകളിലോട്ട് ഇൻഫെക്ഷൻ കയറി ബാധിക്കും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ സാധ്യത കൂടുതലാണ്. അതും മലബന്ധം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. പിന്നെ ന്യൂട്രീഷൻ, അതായത് മാൽനറിഷ്ഡ് ആയിട്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള, വിറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള പിള്ളേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അത് കാരണം ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ ഈ ക്രാൻബെറി പോലത്തെ ഒക്കെ ഇപ്പം ക്രാൻബെറി എക്സ്ട്രാക്ട് സപ്ലിമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ പിള്ളേർക്ക് അതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അഡൾട്ട്സിന് ക്രാൻബെറി ജ്യൂസ്, ക്രാൻബെറി എക്സ്ട്രാക്ട് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൾച്ചർ ചെയ്തിട്ട് ആന്റിബയോട്ടിക് കൊടുക്കാനോ. ഇനി വേറെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് വരുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് സ്കിന്നിൽ ഉള്ള ഇഷ്യൂസ്. സ്കിന്നിൽ അലർജി ആവാം, ഇൻഫെക്ഷൻ ആവാം, ബാക്ടീരിയലോ വൈറസോ അല്ലെങ്കിൽ ഫംഗസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആവാം. പിന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ടാവാം. പിന്നെ വളരെ റെയർ ആയിട്ട് തന്നെ ഈ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് റാഷസ് എന്ന് പറഞ്ഞിട്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ശരീരത്തിന് ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ചില റാഷസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ ഈ അലർജിയിൽ വരുന്നത് കോമൺ ആയിട്ടുള്ള അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഏതാണ്. പിന്നെ വൈറൽ ഇൻഫെക്ഷനിൽ ചിക്കൻ പോക്സ് എല്ലാവർക്കും അറിയാം. പിന്നെ മീസിൽസ്, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഉണ്ട്. പിന്നെ 5th ഡിസീസ്, റോസിയോള, സ്കാർലെറ്റ് ഫീവർ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. ഫംഗൽ ഇൻഫെക്ഷൻസിനെ പറ്റി ഞാൻ സംസാരിക്കാം. റിംഗ്വേം എന്ന് പറഞ്ഞാൽ നമ്മുടെ വട്ടത്തിൽ ശരീരത്തിൽ വരുന്ന ഒരു സൈസ് പുഴുക്കടി എന്നൊക്കെ പറയും. പിന്നെ ചുണങ്ങ്, ടിനിയ വെർസിക്കോൾ എന്നാണ് പറയുന്നത്. പിന്നെ പൂപ്പൽ, കാൻഡിഡ, അത് വെളുത്ത നിറത്തിൽ നാവിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടികൾക്കാണെങ്കിൽ വജൈനയിലും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ്. പിന്നെ ശരീരത്തൊക്കെ വെളുത്ത പാട് പോലെ വരുന്ന പെട്രിയാസിസ് ആൽബ ഉണ്ട്. പിന്നെ ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. ഞാൻ സ്പെല്ലിംഗ് തെറ്റായിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത്. താരന്റെ ഇല്ലേ, തലയിൽ താരന്റെ കൂട്ടിൽ തന്നെ മുഖത്തൊക്കെ വരുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇതൊരു കോമൺ ആയിട്ട് കുവൈറ്റിൽ കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്.
ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് പേര് പറയുന്ന പോലെ തന്നെ കയ്യില്, കൈവെള്ളയില്, കാൽവെള്ളയില്, പിന്നെ ബട്ടക്സില്, ചന്തിയുടെ അവിടെ, അതേപോലെ തന്നെ വായയുടെ ചുറ്റും ഇങ്ങനെ ചെറിയ റാഷസ് പോലെ. ആദ്യം ശരീരത്ത് ചുമന്ന് തടിച്ചു വരും, കുഞ്ഞിന് പനി ഉണ്ടാവും. ഒരു 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കൊക്കെ അത് കോമൺ ആയിട്ട് വരാം. ഹൈലി കണ്ടേജിയസ് ആണ്. കോക്സാക്കി ഒരു പ്രത്യേകതരം വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ട്. ഈ പനിക്ക് അതിന്റെ തുടക്കത്തിൽ പനിയും ശരീരവേദനയും കാണും. അത് കഴിഞ്ഞ് ചുമന്ന് തടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റാഷസ് ചെറിയ ചെറിയ കൊമ്മളയായിട്ടായിരിക്കും. ഈ കൊമ്മളകളായിട്ട് വരുന്ന കൈവെള്ളയില്, കാൽവെള്ളയില്, മുഖത്ത് ഇതാണ് ബ്ലിസ്റ്റർ പോലെ വരും. ഈ പനിയൊന്നും ഇല്ലാതെ ഇത് വരാം. ഡേ കെയറിൽ പോകുന്ന പിള്ളേര്, സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് കോമൺ ആയിട്ട് വരുന്നത്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. നന്നായിട്ട് ഫ്ലൂയിഡ് കൊടുക്കുക. ഇത് വായ്ക്കുള്ളിലും വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസം വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റമോളോ പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കാം. ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ ചെറിയൊരു ഇമ്മ്യൂണിറ്റി അതിനുശേഷം കുറഞ്ഞു കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വന്ന് മാറിക്കഴിഞ്ഞാൽ. ഇനിയും വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനാണ് കുവൈറ്റിലുള്ള, നാട്ടിലും ഉണ്ട് ഇത് ഒരുപാട്, പിട്രിയാസിസ് ആൽബ എന്ന് പറയും. അതായത് കവിളില്, അതുപോലെ തന്നെ കയ്യില് ഒക്കെ വെളുത്ത സ്പോട്സ് വരിക. അതിന്റെ ഈ താഴത്തെ കറുത്ത കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് തോന്നിയിരിക്കും, സ്കിൻ ഇച്ചിരി ഡാർക്ക് ആണെങ്കിൽ. അല്ലെങ്കിൽ അത് നമ്മൾ നോട്ടീസ് ചെയ്തെന്നിരിക്കുകയല്ല. ഇത് ഒട്ടും അറിയേണ്ട ഒരു സംഗതിയല്ല. നമ്മൾ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരുപക്ഷെ ഇത് അതിന്റെ കോഴ്സ് ഉണ്ട്, അങ്ങനെ അത് മാറുള്ളൂ. ഇത് അലർജി ഉള്ള പിള്ളേർക്ക് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇന്ത്യൻ ജനറ്റിക് ഉള്ള ആൾക്കാർക്ക് കൂടുതലുണ്ട്. കോമൺ സൈറ്റ്സ് എന്ന് പറയുന്നത് മുഖം, കഴുത്ത്, കൈയൊക്കെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 1.5 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കൂടുതൽ കോമൺ ആണ്. ടീനേജ് വരെയും ഇത് കാണാറുണ്ട്. ഇനി ഈവൻ വലിയ അഡൾട്ട്സിൽ പോലും ഇത് കാണാറുണ്ട്. ഇതിന്റെ കാരണം നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇൻഫെക്ഷൻ ആണെന്ന് ചില പഠനങ്ങൾ പറയുന്നു, ചിലർ പറയുന്ന അലർജി ആണെന്ന്, ചിലർ പറയുന്ന ജനറ്റിക് പ്രോബ്ലം ആണെന്ന്, ചിലർ പറയുന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസി ആണെന്ന്, സിങ്കിന്റെ ഡെഫിഷ്യൻസി, ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി. ചില സ്റ്റഡീസ് പറയുന്നു മേ ബി വേം ഇൻഫെസ്റ്റേഷൻ കൊണ്ടുവരാം, അതായത് ക്രിമി, പെര, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ ശരീരത്തിൽ ചെറിയ ക്രീമുകൾ പുരട്ടിയാൽ, കാലാവസ്ഥ കൊണ്ട്, അതായത് വിന്ററിൽ അല്ലെങ്കിൽ സമ്മറിൽ ഇത് വരാം. ഇതെല്ലാം പ്രപ്പോസ്ഡ് കോസസ് ആണ്. പക്ഷെ ഇതുവരെ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ കോസ് അറിഞ്ഞിട്ടില്ല. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഏരിയ കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പം ചില മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യാം. ഡീവേം ചെയ്യാൻ വേണമെങ്കിൽ വേമിന്റെ. പിന്നെ ആന്റി ഫംഗൽ ക്രീം ട്രൈ ചെയ്തിട്ടുണ്ട്, വിറ്റമിൻസ് കൊടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം ട്രയൽ മാത്രമാണ്. ഇത് ചില കുഞ്ഞുങ്ങൾക്ക് ഇത് 1 വർഷം വരെ, ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ 1-1.5 വർഷം വരെ അത് ലാസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ഇതിനെ പറ്റി വെള്ളപ്പാണ്ട് അങ്ങനൊന്നും അല്ല ഇത്. അത് വിറ്റിലിഗോ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷനാണ്. അത് ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനാണ്. ശരീരത്തിന്റെ ഒരു മെലനിൻ പ്രൊഡക്ഷന്റെ ഇഷ്യൂ വരുന്ന കണ്ടീഷനാണ്. ഇത് അതല്ല. ഇത് അത്രയും ഹൈപ്പോപിഗ്മെന്റേഷൻ വരത്തില്ല. ഇത് തന്നെ മാറുകയും ചെയ്യും. ഇനിയുള്ള ഒരു സംഗതി ചുണങ്ങ്. ഇവിടെ അധികം കോമൺ അല്ല. അത് ഈ ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയിലാണ് കൂടുതലും കോമൺ. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. വെളുത്ത ചർമ്മമുള്ളവർക്ക് വെളുത്ത പാച്ച്, കറുത്ത ഇച്ചിരി ഡാർക്ക് പാച്ചായിട്ട് വരും. ഡാർക്ക് ആയിട്ടുള്ളവർക്ക് വെളുത്ത പാച്ചായിട്ട് വരും. അപ്പൊ ഈ പഴയ കാലത്തൊക്കെ ഈ ആറ്റിലൊക്കെ കുളിക്കുന്നവർക്കൊക്കെ വളരെ കോമൺ ആയിരുന്നു. കഴുത്തയിലൊക്കെ ഈ സംഗതി വളരെ കൂടുതലായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ കാണുമായിരുന്നു. അത് നോർമൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആയിട്ട് എടുക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ കുറഞ്ഞു വരിക. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നല്ല വിയർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ചൊറിയുകയൊക്കെ ചെയ്യും. സെൽസൺ ഷാംപൂ, നിസറാൽ അങ്ങനെയുള്ള കുറെ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് അടുത്ത ഒരു സ്കിൻ കണ്ടീഷൻ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ റിംഗ് വാം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്ന ഇത് ഒരു ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാ വെച്ചാൽ അത് നഖത്തിൽ വരാം, തലയിൽ വരാം, കയ്യിലും കാലിലും, അതേപോലെ തുടയിൽ വരാം. ഇതൊരു തുടയിലേക്കുള്ളിൽ വന്നിരിക്കുന്നതാണ് ഇത്. അത് കൂടുതലും ടീനേജേഴ്സിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് വിയർക്കുകയൊക്കെ ചെയ്യുന്ന, അതായത് ടീനേജ് ഗ്രൂപ്പിൽ പിള്ളേർ പെട്ടെന്നുള്ള വളർച്ച വരുമ്പോഴത്തേക്ക് അവരുടെ ശരീരം വിയർക്കുകയും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ അത് കാരണം അവർക്ക് ഇത് വളരെ കോമൺ ആണ് ഈ റിംഗ് ഇൻഫെക്ഷൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വട്ടത്തി നടുക്ക് ഇങ്ങനെ ക്ലിയർ ആവും. എന്നിട്ട് ഇതിങ്ങനെ സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. നടുക്ക് ക്ലിയർ ആകുമ്പോൾ അവിടെ കുറച്ച് സ്കെയിലിങ്ങും അങ്ങനെയൊക്കെ കാണും. അതാണ് അതിന്റെ ടിപ്പിക്കൽ. അതുകൊണ്ടാണ് റിങ് പോലെ വരുന്നത്. ഈ പറഞ്ഞ മൈക്കനസോൾ, ക്ലോട്രിമസോൾ ഉള്ള ആന്റി ഫംഗൽ പൗഡറും ക്രീമും ഉണ്ട്. അത് പക്ഷേ കറക്റ്റ് ആ 2-3 ആഴ്ച ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് ശരീരം മൊത്തം ചിലർക്ക് വരും. തലയിലുള്ളത്, നഖത്തേൽ വരുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചിലപ്പം
മരുന്നായിട്ട് കഴിക്കേണ്ടതായിട്ടും വരാം. പക്ഷെ അത് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം ക്രീം കൊണ്ട് ഇത് മാറും. ഇനി എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എക്സിമ. എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസുഖമല്ല. ഈ പനി എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എക്സിമ എന്ന് പറയുന്ന ഒരു ഏത് അലർജി, ക്രോണിക് ആയിട്ട് ഒരു അലർജി ഉള്ള ഒരു ശരീരത്തിൽ ചർമ്മത്തിൽ വരുന്ന ഒരു ചൊറിഞ്ഞു പൊട്ടി തടി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിന് എക്സിമ എന്ന് പറയുന്നത്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ആൾക്കും വരാം, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉള്ള ആൾക്കും വരാം, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ള എല്ലാവർക്കും ഈ എക്സിമ വരാം. അപ്പൊ ഇതിന്റെ ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രൈനെസ്, പിന്നെ ചൊറിച്ചില്. നല്ല സ്കിൻ ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഡ്രൈ ആയിട്ട് കട്ടിയാവും അവിടെ, പിന്നെ ചൊറിച്ചിലും വരും. അതാണ് അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്താണ്? ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 രീതി വരെ. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കുവൈറ്റിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ഇത് അലർജി കൊണ്ടുണ്ടാകുന്നതാണ്. 3 തരമുണ്ട്. ഒന്ന് ഇൻഫന്റൈറ്റ്, 2 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക്. പിന്നെ ചൈൽഡ്ഹുഡ്, 2 വയസ്സ് മുതൽ ടീനേജേഴ്സ് വരെ കാണുന്ന. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അഡൾട്ട് ടൈപ്പ്, വലിയവർക്ക് കാണുന്നത്. കുഞ്ഞു പിള്ളേർക്ക് ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ നെറ്റി, കവിള്, കൈയുടെ പുറം, കാലിന്റെ മുട്ടിന്റെ അവിടെ ഒക്കെയാണ് ഇത് വരുന്നത്. മുഖത്ത് കൂടുതലും വരും, മുഖത്തും കഴുത്തും. കുറച്ചുകൂടെ, അതാണ് ഇൻഫന്റൈൽ ഫോം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും അത് കൈയുടെ അകത്തായിരിക്കും. ഈ കൈയുടെ ഉള്ളില്, റിസ്റ്റിന്റെ അവിടെ, കാലിന്റെ ഈ താഴെ, മുട്ടിന്റെ പുറകില് ഒക്കെ. വലിയവർക്ക് ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ അവർക്ക് വലിയവർക്ക് എക്സ്റ്റെൻസീവ് ആയിട്ട് ശരീരം മൊത്തം വരാം. പക്ഷെ കൂടുതലും അവർക്ക് കാല്, കൈയുടെ ഉൾഭാഗം ഒക്കെ ആയിട്ടാണ് വരുന്നത്. മുഖത്ത് വരാൻ കോമൺ അല്ല. ഇത് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുള്ള ഒരു കണ്ടീഷനാണ്. സ്കിന്ന് ഡ്രൈ ആയിരിക്കും. പിന്നെ ഇതിന് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ്തമ പോലെ തന്നെ ഫ്ലെയർ അപ്പ് നമുക്ക് വരികയും മാറുകയും പോവുകയും ചെയ്യും. കെമിക്കല് അല്ലെങ്കിൽ ഡസ്റ്റ്, സ്മോക്ക്, പൊടി, ഫുഡ്, സ്ട്രെസ്, എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് ഉണ്ടാവും. അതിനുശേഷമാണ് ഇത് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉള്ള പിള്ളേർക്ക് കോമൺ ആയിട്ട് ഈ വെളുത്ത, ഞാൻ പറഞ്ഞല്ലോ പിട്രിയാസിസ് ആൽബ, അറ്റോപ്പി ഉള്ള പിള്ളേർക്ക് പിട്രിയാസിസ് ആൽബൻ കാണാറുണ്ട്, വെളുത്ത മുഖത്തുള്ള പാട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റോപ്പി നല്ലപോലുള്ള കുഞ്ഞുങ്ങളുടെ കണ്ണിനടിയിലൊരു വര പോലെ ഇങ്ങനെ വരും. പിന്നെ കൈ അങ്ങ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. പിന്നെ ഇത് ശരീരത്തിൽ ചെറിയ കുരുക്കളായിട്ട് വരാം, ഇങ്ങനെ വരാം. അപ്പൊ ഇതാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്. പക്ഷെ ഈ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ ചൊറിഞ്ഞു പൊട്ടുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഫൈൻഡിങ്. അപ്പം 3 ടൈപ്സ് ഉണ്ട്. അപ്പം ഇതൊരു സൈക്കിളാണ്. കുഞ്ഞ് അത് ചൊറിയുന്നു, ചൊറിച്ചിൽ വരുന്നു, ചൊറിയുന്നു, അത് കഴിഞ്ഞിട്ട് സ്കിന്ന് പൊട്ടുന്നു. അപ്പൊ ഈ അലർജൻസ്, ഇറിറ്റൻസ് ആ പൊട്ടിയ സ്കിന്നിൽ കൂടെ വീണ്ടും എക്സ്പോസ്ഡ് ആവുന്നു. അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു, അവിടെ നീർക്കെട്ട് വരുന്നു, അവിടെ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കെമിക്കൽ കാരണം ചൊറിയുന്നു, ചൊറിച്ചിൽ വരുന്നു, വീണ്ടും ചൊറിയുന്നു, അവിടെ വീണ്ടും ഇഞ്ചുറി ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടായി ഇതൊരു എക്സിമയായിട്ട് മാറുന്ന. അങ്ങനെ ഇതൊരു സൈക്കിളാണ്. എങ്ങനെയാ നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഇച്ച് സ്ക്രാച്ചസ് സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേഷൻ. അഗെയിൻ ഇവർക്ക് ഡ്രൈ സ്കിൻ ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് ഹൈഡ്രേഷൻ ചെയ്യണം. റെഗുലർ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ തണുത്ത കാലാവസ്ഥ, ഉണങ്ങിയ വായു, ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈച്ചിങ് കൂടുതലായിരിക്കും. പിന്നെ ഒരുപാട് നേരം കുളിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം കുളിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ ഈ അലർജൻസ് എന്താണോ നമുക്ക് അറിയാവുന്ന അലർജൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ആന്റിഹിസ്റ്റമിൻ മരുന്നുകളും സ്റ്റിറോയിഡ് ദേഹത്ത് പുരട്ടാനുള്ളതോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതോ ചില കണ്ടീഷനിൽ വേണമെന്ന് വരും. പിന്നെ സ്റ്റാർച്ച് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓട്സ്, കഞ്ഞിവെള്ളം, ഇത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ചിട്ട് അതിന്റെ ആ കൊഴുത്തെ അത് വെച്ചിട്ട് ശരീരത്തിൽ പുരട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒഴിച്ചിട്ട് കുളിച്ചിട്ട് ക്ലീൻ നൊപ്പി കളഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സെറ്റാഫിൽ പോലത്തെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉണ്ട്. ഈ സെറ്റാഫിൽ ഞാൻ കാണിക്കാൻ കാരണം പ്രൊമോഷൻ ഓഫ് ബ്രാൻഡ് അങ്ങനല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെർഫ്യൂംസോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. അത് വളരെ പ്ലെയിൻ ആണ്, അതിന് മണമോ അങ്ങനെയുള്ള ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് ഹെൽപ്ഫുൾ ആയിട്ട് കാണാറുണ്ട്. സെറ്റാഫിലിന്റെ തന്നെ സോപ്പ് ഉണ്ട്. ചിലർ സെബാമെഡ് യൂസ് ചെയ്യും. പക്ഷേ സെറ്റാഫിലാണ് കുറച്ചുകൂടെ കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് കൊടുക്കാറുള്ള ഒരു സാധനം. ഇനിയും കാണുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തലയിൽ ഇങ്ങനെ വെളുത്തിങ്ങനെ ക്രെഡിൽ ക്യാപ്പ് എന്ന് പറയുന്നത്, തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ സ്കെയിലി ആയിട്ട് തലയൊട്ടിയിൽ ഇങ്ങനെ കാണും.
പിന്നെ കണ്ണിന് പീലിയില്, അതേപോലെ തന്നെ നെറ്റിയില് ഒക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരാം. ഈ രോമം ഉള്ളിടത്തൊക്കെ വരാം. പിന്നെ നാപ്കിൻ ഏരിയയില്, തൊടയുടെ ഇടയിൽ വരാം. പിന്നെ മൂക്കിന്റെ സൈഡില്, മൂക്കിന്റെ ചുണ്ടിന്റെ ആ സൈഡിൽ വരാം, മൂക്കിന്റെ സൈഡിൽ വരാം. ഭയങ്കര ഓയിലി ആയിരിക്കും മുഖമൊക്കെ. ചൊറിച്ചിലൊന്നും കാണത്തില്ല, ഇങ്ങനെ ചെറിയ ഫ്ലേക്ക് ആയിട്ട് ഇങ്ങനെ ഇളകി ഇളകി വരും. ഇതിന്റെ വലിയവർക്കുള്ള ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ താരൻ എന്ന് പറഞ്ഞിട്ട് തലയിൽ വരുന്നത്. ഇത് ചെറിയ പിള്ളേർക്ക് ക്രൈഡിൽ ക്യാപ്പ് കുറച്ചുകൂടി താരൻ. ഇതിന്റെ കോസ് നമുക്ക് അറിയത്തില്ലെങ്കിലും മോസ്റ്റ്ലി ഫംഗസ് ആണെന്നാണ് ഒരു വെപ്പ്. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ആന്റി ഫംഗലും സെലീനിയം സൾഫൈഡും മറ്റേ ഈ പറഞ്ഞ ചുണങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മെഡിസിനൊക്കെ ട്രൈ ചെയ്യുന്നത്. സിങ്ക്, പിന്നെ ഈ പറഞ്ഞ തലയിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടുള്ളത് ചീപ്പ് കൊണ്ട് ഇങ്ങനെ വരച്ചൊരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇളക്കി കളയണം. അതേപോലെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ സംഗതി, എണ്ണ തേക്കുന്ന അത്ര യൂസ്ഫുൾ അല്ല. എണ്ണ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് കുളിക്കുക, അതുകൊണ്ട് അത് ചിലർക്ക് താരൻ കൂടുക ചെയ്യുന്നത്. അപ്പം നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഈ പറഞ്ഞ പോലെ താരന് പ്രവർത്തിക്കുന്ന ചില കണ്ടീഷണേഴ്സും ഷാമ്പൂ ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം വലിയ കുട്ടികൾക്കാണെങ്കിൽ. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പെരട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പതിയെ ആ തലയിലുള്ള സ്കെയിലൊക്കെ ഇങ്ങനെ കോംബ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു ഫിക്സഡ് പീരീഡിൽ ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി വേറെ ഡയഗ്നോസ് ആയിരിക്കും. ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് തന്നെയായിരിക്കും. ഇനി ഞാൻ പറയാനുള്ള 2 കണ്ടീഷൻ എന്ന് പറയുന്നത് നോട്ട് അൺകോമൺ. ഞാൻ തന്നെ കുവൈറ്റില് ഏകദേശം ഒരു 4-5 പിള്ളേർക്ക് ഈ 2 കണ്ടീഷനും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആസ് ഓഫ് നൗ ഒരു കുഞ്ഞിന് ഡയഗ്നോസ് ചെയ്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പൊ ഇത് ഈ കാവസാക്കി ഡിസീസ് പോസ്റ്റ് കോവിഡ് MIS എന്ന് പറഞ്ഞാൽ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഇൻ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് ഈ കോവിഡിന് വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് കോവിഡ് കേസസിനെക്കാളും കൂടുതൽ ഞങ്ങളുടെ ICUവിൽ തന്നെ വന്നിട്ടുള്ള ഈ പറഞ്ഞ MIS കേസസ് ആണ്. ആ ഒരു കോവിഡ് ഇനിഷ്യൽ ആ ഒരു സ്റ്റേജിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഫെക്ഷൻ, ഒരു വൈറൽ ഇൻഫെക്ഷനോ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കോമൺലി വൈറൽ ഇൻഫെക്ഷൻ, ഇത് വന്നു കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പം അതിന്റെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാവസാക്കി ഡിസീസ് ആണ്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കോവിഡ് മിസ്ക്. ഈ പോസ്റ്റ് കോവിഡ് മിസ്ക് മാത്രമല്ല, വേറെ വൈറൽ ഇൻഫെക്ഷൻസിനും ഇതേപോലുള്ള സിംറ്റംസ് ഉണ്ടാക്കാം. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ്, ഒരു കുഞ്ഞിന് പനി വരിക, 5 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഈ നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു, പനി മാറുന്നില്ല, നല്ല ഹൈ ഫീവർ, പനി മാറുന്നില്ല, അതിന്റെ കൂട്ടത്തിൽ ചില പ്രത്യേകതരം സിംറ്റംസ് ഉണ്ട്. അതായത് നാക്കിൽ റെഡ്നെസ്, ചുണ്ടിൽ പൊട്ടുക, കണ്ണില് റെഡ്നെസ്, ശരീരം മൊത്തം ചൊറിയുക, കൈവെള്ളയിലും കാൽവെള്ളയിലും നീര് പോലെ വരിക, മുഖത്തൊരു നീര് പോലെ വരിക, ഇതൊക്കെ അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതിന്റെ 2ന്റെ സിംറ്റംസ് ഏകദേശം സിമിലർ ആണ്. നമ്മൾ ആ ഇൻഫെക്ഷൻ വന്നത് നമ്മൾ അറിയില്ല, ഇൻഫെക്ഷൻ വന്ന് മാറിക്കാണും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഫീച്ചേഴ്സ്, കഴുത്തിൽ കഴല വരിക, ഇത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അലേർട്ട് ആയിരിക്കണം ആസ് എ പേരന്റ്. ബിക്കോസ് ഇതിന് നമ്മുടെ ഹാർട്ടിന് ഇതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഭാവിയിൽ മേജർ ആയിട്ടുള്ള കാർഡിയാക് പ്രോബ്ലംസ് വരാം. 10 ദിവസത്തിനുള്ളിൽ ചികിത്സിച്ചാൽ ഔട്ട്കം വളരെ വെരി ഗുഡ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ ചികിത്സിച്ച ഗുഡ് ഔട്ട്കം. അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് കുഞ്ഞ് പ്രസന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് വന്നങ്ങ് മാറും. പക്ഷെ ലോങ് ടേം കാർഡിയാക് ഡാമേജ് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയത്തുപോലും ഇല്ല. കുറച്ച് വലുതായി കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഡാമേജിനെ പറ്റി അറിയുന്നത്. അപ്പം യൂഷ്വലി ഇതാണ് ഞാൻ ആ സിംറ്റംസ് പറയുന്നത്. ഐ റെഡ്നെസ്, സ്ട്രോബെറി ടങ്, ഈ സ്ട്രോബെറി പോലെയാണ് നാക്ക്. അതുപോലെ ചുണ്ടൊക്കെ പൊട്ടല്, ഇങ്ങനെ പൊട്ടി വരിക, മുഖം കണ്ടില്ല ഒരു ഇടുമ്പിച്ച്, കഴുത്തേല് കഴല, പിന്നെ കൈവെള്ള ഒരു നീർക്കെട്ട് പോലെ, ഒരു കൈവെള്ളമൊക്കെ ചൊറിയുക, ദേഹത്തൊക്കെ റാഷസ്, കാലും കൈയൊക്കെ ചുമന്നിരിക്കുന്നു, കണ്ടോ, കാലൊരു ചെറിയ നീര് പോലെ. ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് കാൽവെള്ളയിലെയും കൈവെള്ളയിലെയും തൊലിയൊക്കെ ഇളകി പോകാൻ തുടങ്ങും ഇത് വന്നതിന് ശേഷം. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ നോട്ടീസ് ചെയ്യുക. നമ്മുടെ ഹാർട്ടിലോട്ടുള്ള കൊറോണറി ബ്ലഡ് വെസൽസ് ഉണ്ട്, രക്തക്കുഴല്. ഈ കാവസാക്കി ഡിസീസോ അല്ലെങ്കിൽ ഇതോ വന്നു കഴിഞ്ഞാൽ ഈ കൊറോണറി രക്തക്കുഴലുകൾ വികസിക്കും. അതിന് അന്യൂറിസം എന്നാ പറയുന്നത്. അത് വികസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറത്തില്ല, പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കാം. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ അഡ്വൈസ് സീക്കണം. അത് മനസ്സിൽ വെക്കുക. എല്ലാ റാഷസും കാവസാക്കിയോ അല്ലെങ്കിൽ മിസ്കോ അല്ല. വേറെ സാധാരണ വൈറൽ ഇൻഫെക്ഷനും ദേഹത്ത് റാഷസ് വരാം. പക്ഷെ മനസ്സിൽ ഈ ഒരു പോയിന്റ് വേണം, ഈ കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആണ്. റെയർലി ഇതിനകത്ത് എല്ലാ സിംറ്റംസും വേണമെന്നില്ല. 5 ദിവസം പനി മാത്രമേ ഉള്ളായിരിക്കും. ചിലപ്പം കണ്ണിൽ ചുവപ്പ് വരണമെന്നില്ല, ചിലപ്പോൾ നാക്കിൽ ഇത് വരത്തില്ല, ദേഹത്ത് ചൊറിച്ച് തടിപ്പും ഈ പറഞ്ഞ പനി മാത്രമേ കാണണമെന്നുള്ളൂ. അപ്പൊ അത് കാരണം എല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു കണ്ടീഷനാണ് കാവസാക്കി ഡിസീസും പോസ്റ്റ് കോവിഡ് മിസ്കും. പ്ലീസ്, വെരി ഇമ്പോർട്ടൻറ്റ്. prevent complication can be prevented. My own experience, I have seen so many cases in Kuwait. I have taken the action. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് പലതും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന് ഇതേപോലെ അവര് പുറത്തിങ്ങനെ കാണിച്ച് ഇങ്ങനെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുക, സ്വന്തമായിട്ടൊക്കെ ചികിത്സ ചെയ്യുക. അപ്പൊ ദേഹത്ത് റാഷ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞു, നാവ് നീട്ടി മുഖത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. നാക്ക് നീട്ടി മുഖം ഫോട്ടോ കണ്ടപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് IVIG, ഇമ്മ്യൂണോഗ്ലോബുലിൻ സ്റ്റിറോയിഡ് ഒക്കെ അതിന്റെ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് കൊടുത്തു, കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്തു. സോ അതിന്റെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. സോ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി പ്ലീസ് ഇതിനെപ്പറ്റി മനസ്സിലൊരു അവയർനെസ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ ഇൻ ചിൽഡ്രൻ. എന്തുകൊണ്ടാണ് നമ്മൾ വാക്സിനേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ ടൈമിൽ, ഓൾറെഡി നമ്മുടെ ടൈം ഒത്തിരി മുമ്പോട്ട് പോകുന്നു, ഇത്രയും ഷോർട്ട് പീരീഡിൽ നമുക്ക് ഒത്തിരി വാക്സിനേഷനെ പറ്റി ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ വാക്സിനേഷന്റെ സ്ലൈഡ് സ്ക്രീനിൽ ഇടാം, എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, നമുക്ക് അതിനെപ്പറ്റി അറിയാം. എന്തിനാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നതെന്ന് വെച്ചാൽ, വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല, വാക്സിൻ കൊടുക്കണം. കാരണം ഇതാണ് ബെസ്റ്റ്, സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് പബ്ലിക് ഹെൽത്ത് ടൂൾ ടു പ്രിവെന്റ് ഡെത്ത്സ്. ഒരു വർഷത്തിൽ ലോകത്തിൽ ഏകദേശം 50 ലക്ഷം മരണങ്ങൾ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 40% ചെറിയ ബേബീസിന്റെ, ഇൻഫൻസിന്റെ ഡെത്ത് ഈ കഴിഞ്ഞ 50 വർഷത്തിനകത്ത് പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ വാക്സിൻ എടുത്തുകൊണ്ട് അസുഖം വരാം, പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാം. മീസിൽസ്, കോവിഡ്, TB. ഇപ്പൊ BCG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ TB, മെനിഞ്ചൈറ്റിസ് വരികയില്ല. TB വരാം, പക്ഷെ TBയുടെ കോംപ്ലിക്കേഷൻസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ചില പ്രിവെന്റ് ചെയ്യുക. പിന്നെ പ്രൊവൈഡ്സ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുത്തില്ലെങ്കിലും മിക്കവരും എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വരാം. പിന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ സേഫ് ആണ്. നമ്മൾ റിസ്ക് ഓവർ ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ഈസ് സേഫർ ദാൻ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ഡിസീസ്. അത് ഓർത്തിരുന്നോണം. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പല കണ്ടീഷനിലും പൊട്ടൻഷ്യലി ഇറാഡിക്കേറ്റ് മെനി ഡിസീസ്. സ്മോൾ പോക്സ്, വസൂരി ഓൾറെഡി കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി. പോളിയോ 99% ലോകത്ത് നിന്ന് എലിമിനേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു വാക്സിനാണ് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അത് പൊട്ടൻഷ്യലി 90% സെർവിക്സ്, അതായത് പെൺകുട്ടികളിലെ, ഫീമെയിൽസിലെ സെർവൈക്കൽ ക്യാൻസർ 90% പ്രിവെന്റ് ചെയ്യാം. അതാണ് ഒരു മേജർ അച്ചീവ്മെന്റ് അല്ലേ. അപ്പൊ എന്താ വാക്സിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബോഡി പ്രിപ്പയർസ് ദ ബോഡി ടു ഫൈറ്റ് ഡേഞ്ചറസ് ഡിസീസ്. ഇത് ഒരു പ്രാക്ടീസ് റൺ ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രയൽ റൺ കൊടുക്കുക ഇത് ചെയ്യുന്നത്. ഒരു ലോ ഡോസിൽ നമ്മൾ ഇതിനെതിരെ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാക്കുമ്പോൾ ബോഡി തന്നെ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. 2 സ്ലൈഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും കുവൈറ്റിലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ക്ലാസ് കഴിയുമ്പോൾ. അത് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഏതൊക്കെ വാക്സിനേഷൻ ഷെഡ്യൂൾ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു വാക്സിൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഒരു ഷെഡ്യൂൾ ഉണ്ട്. അതായത് നമ്മൾ 4 മാസം മുതൽ 7 വയസ്സ് വരെ, 6 വയസ്സ് 7 വയസ്സ് വരെ ഒരു ഷെഡ്യൂള്, അതിനുശേഷം ടീനേജേഴ്സ് വരെ വേറൊരു ഷെഡ്യൂളുണ്ട്, ഏതെങ്കിലും വാക്സിൻ നമ്മൾ എടുക്കാൻ മിസ് ചെയ്താൽ. അപ്പൊ അത് ഞാൻ നിങ്ങളുടെ ഇവിടെ ആരുടെയെങ്കിലും ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തോ. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അറ്റ് ദ എൻഡ് ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി ഒരു മേജർ പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത്. വെയിറ്റ് കുറവല്ല ഇവിടുത്തെ പ്രശ്നം, വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് കൂടുതലിനെ പറ്റി സംസാരിക്കുന്നുള്ളൂ. വെയിറ്റ് കുറവ് ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല ന്യൂട്രീഷൻ ഒക്കെ ഉള്ള കണ്ടീഷനിൽ വളരെ റെയർ ആണ്. മാൽന്യൂട്രീഷൻ റെയർ. 25% ഓഫ് ചിൽഡ്രൻ ആർ ലൈക്ക് നൗ ഓവർ വെയിറ്റ്. ഒബീസിറ്റി അല്ല, ഓവർ വെയിറ്റ്. ഈ ഓവർ വെയിറ്റിന് കാരണം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. 3 മേജർ കോസസ് ആണ് ഉള്ളത്. ലാക്ക് ഓഫ് എക്സർസൈസ്, നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രോബ്ലം, പിന്നെ ജനറ്റിക് എന്ന് പറഞ്ഞാൽ പേരൻസ് വണ്ണം ഉള്ളതാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കുഞ്ഞുങ്ങൾക്കും വണ്ണം കാണാം.
അപ്പൊ അത് ജനറ്റിക് എന്ന് നമുക്ക് 100% ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡയറ്ററി ആയിരിക്കാം, വീട്ടിലെ നമ്മുടെ ഡയറ്റിന്റെ പാറ്റേൺ കൊണ്ട് എല്ലാവർക്കും വണ്ണമുള്ളതാവാം. പക്ഷെ എന്നാലും കൂടുതലും വീട്ടിലുള്ള എല്ലാവർക്കും വണ്ണം എന്ന് പറയുന്നത് ജനറ്റിക് ആവാനുള്ള സാധ്യത കൂടുതൽ വരും. നമ്മൾ പലപ്പോഴും നമ്മൾ ഡയറ്റ് കാരണമെന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആവണമെന്നില്ല. ഇതാണ് 3 കോസസ്. ഇതൊരു ഒരു വിഷ്യസ് സൈക്കിൾ ഓഫ് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ആണ്. ഒരു ഹെൽത്തി ചൈൽഡ് ആണ്, ഫുൾ ടൈം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, വീഡിയോ ഗെയിം കളിക്കുന്നു, ആ സമയത്ത് ചിപ്സും ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്നു, വെറുതെ ഇരിക്കുമ്പോഴും മുട്ടായി, ജങ്ക് ഫുഡ്, ബർഗർ അങ്ങനെയൊക്കെ തിന്നുന്നു, അപ്പൊ അതൊക്കെ കുറച്ച് വണ്ണം വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ഒന്നുമില്ല. എക്സസൈസ് ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും പിന്നെ വെയിറ്റ് ഗെയിൻ വരുന്നു. അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ വണ്ണം വെക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒട്ടും എക്സസൈസ് ഇല്ല, പിന്നെ അതങ്ങ് ഭയങ്കരമായിട്ട് വണിച്ച് ഒബേസിറ്റി ആവും. ഈ ഒരു വലിയ കുട്ടി ഒബീസ് ആണെങ്കിൽ അഡൾട്ട് ആകുമ്പോൾ ഒബേസിറ്റി ആവും. അപ്പൊ ഈ ഒബീസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങള് പിന്നെ അഡൾട്ട് ആയി കഴിയുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒബേസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നല്ലോ, ഹാർട്ട് പ്രോബ്ലംസ്, ഡയബറ്റീസ്, ലങ്സിന്റെ പ്രോബ്ലം, പിന്നെ മെഡിക്കൽ ഇൽനെസ്സസ് പലതും വരാം. സ്ലീപ്പ് ആപ്നിയ, സ്നോറിങ്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഭയങ്കര വണ്ണമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് പ്രോബ്ലംസ് വന്നിട്ട് ടയർഡ്നെസ്, പിന്നെ ഈ പറഞ്ഞ അലർജിക്കുള്ള റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെ ഈ ക്യാൻസറിനുള്ള റിസ്ക് ഒബേസിറ്റി ഉള്ളവർക്ക് കൂടുതലാണ്. ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം, വണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ കുറവായിരിക്കാം. അപ്പൊ ഇതൊക്കെ ഒരു വിഷ്യസ് സൈക്കിളാണ്. അപ്പം നമ്മൾ ഈ വിഷ്യസ് സൈക്കിൾ ബ്രേക്ക് ചെയ്യുക, അതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓൾവേസ് റിമെമ്പർ, ഓവർ വെയ്റ്റ് കിഡ്സ് ഓൺലി ബിക്കംസ് ഓവർ വെയ്റ്റ് അഡൾട്ട്സ്. അപ്പം ഈ പറഞ്ഞ ജങ്ക് ഫുഡുകൾ ഒരു മേജർ ചങ്ക് ഓഫ് പ്രോബ്ലം ആണ് മിഡിൽ ഈസ്റ്റില്, നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ. കാരണം ഇവിടുത്തെ നമ്മളെ ഫ്ലാറ്റിലുള്ള ജീവിതമാണ്, പുറത്തു പോകുന്നില്ല, കളിക്കുന്നില്ല, കുട്ടികൾ ടി വി കാണുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് അവർക്ക് ഓവർ വെയിറ്റ് ആകുന്നു, അതിനുശേഷം അവർ ഒബീസ് ആവുന്നു. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചില ലിമിറ്റഡ് ആക്ഷൻ കൊണ്ട് തന്നെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അഡൾട്ടിൽ ഹൈ പ്രോട്ടീൻ, ലോ കാർബ്, മോഡറേറ്റ് ഫാറ്റ് അങ്ങനെയുള്ള ഒരു പുതിയ ഡയറ്റ് പിരമിഡ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. പിള്ളേർക്ക് എപ്പോഴും അതിനേക്കാൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ പറഞ്ഞാൽ മതി. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഓൾഡർ കോൺസെപ്റ്റിൽ തന്നെ എല്ലാം ബാലൻസ് ആയിട്ട് അവർക്ക് ഉള്ളിൽ ചെല്ലണം. പിന്നെ ലൈഫിന് ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞ ഒരു ടൈം ടേബിൾ പോലെ ലൈഫിനുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒബേസിറ്റി പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പഠനങ്ങൾ പറയുന്നു. അറ്റ്ലീസ്റ്റ് വീക്കെൻഡിൽ 1 മണിക്കൂർ ആക്ടിവിറ്റി, വർക്കിംഗ് ഡേ സ്കൂൾ ഡേയ്സിൽ ഒരു അരമണിക്കൂർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. സ്ക്രീൻ ടൈം ഒരു ദിവസം 1 മണിക്കൂർ താഴെ പാടുള്ളൂ. പിന്നെ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈമേ വേണ്ട, 0, നോ സ്ക്രീൻ ടൈം അറ്റ് ഓൾ, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. മൊബൈൽ ഫോൺ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. കാരണം ഇപ്പൊ ഒരുപാട് പഠനം പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ഡെവലപ്മെന്റിനെ പോലും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. പിന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റിയും കുറയും. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി എൻകറേജ് ചെയ്താൽ കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് അവർക്ക് ആ ഫിസിക്കൽ ആക്ടിവിറ്റിയോട് ഒരു ഇൻട്രസ്റ്റ് കാണും. അപ്പൊ അതുകൊണ്ട് കുഞ്ഞിലെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യണം. അപ്പൊ നമ്മൾ അഡൾട്ട്സ് വലിയവരും ഇതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന കാണുമ്പോഴേ കുഞ്ഞുങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ അതൊരു റൊട്ടീൻ ആക്കണം. ഹോൾ ഫാമിലി ആയിട്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി റൊട്ടീൻ ആക്കണം. ലേറ്റ് ആയിട്ടുള്ള ഡിന്നർ അവോയ്ഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഡെയിലി റൊട്ടീനകത്ത് വരുന്ന ലേറ്റ് ഡിന്നർ ഈസ് വെരി ബാഡ് ഫോർ ഹെൽത്ത്. ഞാനത് ഈ ഡയബറ്റീസിനെ പറ്റി പറയുമ്പോൾ ഞാൻ സംസാരിക്കും. ഡെയിലി എക്സസൈസ് ആസ് ഐ ടോൾഡ് യു. ഇനി നമുക്ക് ചൈൽഡ്ഹുഡ് ഓർ യൂത്ത് ഡയബറ്റീസ്, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. വേറെ മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ജനറൽ ഡിസ്കഷൻ ഓഫ് ടോപ്പിക്കിൽ ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ കോശങ്ങൾ നശിക്കുന്നു, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻസുലിൻ ഉണ്ടെങ്കിലേ നമ്മുടെ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലോട്ട് വലിച്ചെടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇൻസുലിൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ശരീരത്തിലുള്ള ബ്ലഡിന്റെ ഷുഗറിന്റെ കണ്ടന്റ് ബ്ലഡിനകത്ത് കൂടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കോശങ്ങളില്ലാത്തതാണ്. അപ്പം
ടൈപ്പ് 1 ഡയബറ്റീസിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കോശങ്ങൾക്ക് ഡാമേജ് വരിക. അതൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ബോഡി നമ്മുടെ സ്വന്തം ശരീരം തന്നെ ചില ഇമ്മ്യൂൺ പ്രവർത്തനം, അതായത് പ്രതിരോധ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തിലെ ഇൻസുലിൻ കോശങ്ങളെ നശിപ്പിക്കാം. ഇതാണ് കാരണം. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻസുലിൻ റെഗുലറായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഈ ടൈപ്പ് 1 ഡയബറ്റീസിന് സഡൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷനും ഡെത്തും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സഡൻ ആയിട്ട് അതായത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. വളരെ കോമൺ ആയിട്ട് ICUവിൽ അഡ്മിറ്റ് ആകുന്ന കുഞ്ഞുങ്ങൾ, അതായത് ഒരു മാസത്തിൽ ഒരു 2, 3, 4 കുഞ്ഞുങ്ങൾ വരെ അഡ്മിറ്റ് ആകാറുണ്ട് ഈ പറഞ്ഞ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് കാരണം. ടൈപ്പ് 1 ഡയബറ്റീസ് ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇന്ത്യൻ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പൊ നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി അവെയർ ആയിരിക്കാം. പിന്നെ ഉള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ഡയബറ്റീസ് ആവണമെന്നില്ല, പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആയിരിക്കാം. അപ്പൊ ഇവിടെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കകത്ത് ഇൻസുലിൻ കയറണമെന്നുണ്ടെങ്കിൽ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഇൻസുലിൻ പോയി ചേരാനും ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കാനുള്ള റിസപ്റ്റർ, ആ റിസപ്റ്റേഴ്സിന് ഡാമേജ് വരും. അപ്പൊ ആ റിസപ്റ്റേഴ്സ് ശരിയായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ, അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് യൂത്ത് ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. യൂത്ത് ഡയബറ്റീസ് ഒരു റൈസിങ് പ്രോബ്ലം ആണ്. അത് ഒരു 10 വയസ്സ് തൊട്ട് 19 വയസ്സ് 20 വയസ്സ് വരെയും നമ്മുടെ യൂത്ത് ഡയബറ്റീസ് അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് റിസ്ക് ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഈ പെട്ടെന്നൊരു ടീനേജ് ആകുമ്പോഴത്തേക്കും ബോഡിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം ഈ ഹോർമോൺസ് തന്നെ ഡയബറ്റിക്കിനുള്ള ഒരു റിസ്ക് ഉണ്ടാക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഒബേസിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഡയബറ്റീസിനുള്ള റിസ്ക്, ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നുള്ള കണ്ടീഷൻ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അതൊരു കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആണ്. അത് ഞാൻ അടുത്ത 2 സ്ലൈഡ്സ് കഴിയുമ്പോൾ പറയാം. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള റീസൺ ആണ്. പിന്നെ പാരമ്പര്യമായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് പേരൻസിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനുണ്ടെങ്കിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസിനുള്ള റിസ്ക് കൂടുതലാണ്, കൂടുതലും ടീനേജേഴ്സിനാണ്. ഓൾവേസ് റിമെമ്പർ 4 T's. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മൂത്രം പോവുക, തേഴ്സ്റ്റ് ഭയങ്കര ദാഹം, തിന്നർ ശരീരം ക്ഷീണിക്കുന്നു, ടയർഡ്നെസ് ഭയങ്കര ക്ഷീണം. 4 T's ഇതുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ടൈപ്പ് 1 ഡയബറ്റീസിനെ പറ്റി ചിന്തിക്കാം. ടൈപ്പ് 2ലും അത് വരാം, പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസിലെ മേജർ സിംറ്റം ആണ് കുഞ്ഞിന് ഒത്തിരി മൂത്രം പോകുന്നു, ഭയങ്കര ദാഹം, ക്ഷീണിക്കുന്നു, വണ്ണം കുറയുന്നു. ഇതുണ്ടെങ്കിൽ ഇതാണ് ടിപ്പിക്കൽ പ്രസന്റേഷൻ. എങ്ങനെ ഇനി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പ്രയാസമാണ്. അതൊരു ഓട്ടോഇമ്യൂൺ മെക്കാനിസം ആണ്. പക്ഷെ ടൈപ്പ് 2 നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ജങ്ക് ഫുഡ്, എസ്പെഷ്യലി ജ്യൂസ്, പാക്കറ്റിലുള്ള ജ്യൂസ്, ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ബർഗേഴ്സ്, ബ്രെഡ്സ്, ഇതുപോലുള്ള സംഗതികൾ ജങ്ക് ഫുഡാണ്. ചിപ്സ്, ബേക്കറി പ്രോഡക്ട്സ്, കേക്ക്, ഇതുപോലുള്ളതൊക്കെ റെഡ്യൂസ് ചെയ്യണം തീർച്ചയായിട്ടും. അത് വീക്ക്ലി വൺസോ അങ്ങനെ വല്ലതും ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. പിന്നെ ഓവർ വെയിറ്റ് ഉണ്ടാവാതെ നോക്കണം, വെയിറ്റ് മാനേജ് ചെയ്യണം. പക്ഷെ ഇപ്പം അഡൾട്ട്സിലൊക്കെ സ്ലിം ഡയബറ്റിക് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെപ്പറ്റി അഡൾട്ട് ഡിസ്കഷനാണ് കൂടുതലും. പിള്ളേർക്ക് കൂടുതലും വണ്ണമുള്ള പിള്ളേർക്കാണ് ഇത് കൂടുതലും കാണുന്നത്. പിന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ് ഓൾസോ ക്യാൻ കോസ് ഡയബറ്റീസ്. കാരണം സ്ട്രെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഇത് രണ്ടും റിസ്ക് കൂട്ടുക ചെയ്യുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യും. പിന്നെ എക്സർസൈസ് ചെയ്യുക, റെഗുലർ ആയിട്ടുള്ള എക്സർസൈസും ടൈപ്പ് 2 ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിവെൻഷൻ. മെറ്റബോളിക് സിൻഡ്രോമും പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്നേറ്റ് ആയിട്ട് ഡയബറ്റീസിനുള്ള ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ ആരെയും അത് ബ്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷുകാരെ അതിനെ ബ്ലെയിം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഡയറ്റിനകത്ത് ഈ പറഞ്ഞ ഒരുപാട് ഒരു 18th സെഞ്ചുറി 19th സെഞ്ചുറിയിൽ ഒരുപാട് ഈ ഫാമൈൻസ് വന്നു ഇന്ത്യയിൽ. ഫാമൈൻസ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് എല്ലാം പുറത്തോട്ട് എക്സ്പോർട്ട് അവർ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് ഫാമൈൻസ് വന്നപ്പോൾ നമ്മുടെ ഡയറ്റിനകത്ത് ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, അതായത് അരി ഭക്ഷണം, പ്രോട്ടീൻ ഒന്നും ഇല്ല,
അരി കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മാൽനറിഷ്ഡ് നമ്മുടെ പൂർവികർ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ജനറ്റിക്കലി നമുക്കൊരു പ്രോൺനെസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ലോങ് ടേം ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്, ഷോർട്ട് ടേമിൽ സംഭവിച്ചതല്ല. അതുകൊണ്ട് ഇൻ ജനറൽ സൗത്ത് ഏഷ്യൻസിന് ഒരു ഡയബറ്റിക്കിനുള്ള ഒരു റിസ്ക് വളരെ കൂടുതലാണ്, ടൈപ്പ് 2 ഡയബറ്റീസിന്. അപ്പൊ അത് ഓർത്തിരിക്കുക എപ്പോഴും. നമുക്ക് വയറും എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ട്രങ്കൽ നമ്മുടെ ശരീരത്തിൽ ഈ കുടവയർ എന്ന് പറഞ്ഞ കണ്ടീഷനും ഒക്കെ അതുമായിട്ട് വരുന്നത് പിള്ളേർക്കും ഉണ്ട്, ടീനേജേഴ്സിനൊക്കെ വളരെ കോമൺ ആണ് അതൊക്കെ. ഇനി ഞാൻ മെറ്റബോളിക് സിൻഡ്രോമിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. നോമോർ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ പേരെ എടുത്തു കളഞ്ഞു. ഇപ്പൊ പുതിയ പേരാണ് PMOS എന്ന് പറഞ്ഞത്. PCOD അല്ല, PMOS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ഇതെന്ന് പറഞ്ഞാൽ ടീനേജർ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വൺ ഓഫ് ദ ഫൈൻഡിങ് ആണ്. ഓവറിൽ സിസ്റ്റ് വരും, ശരീരത്ത് ഹോർമോണൽ ഇംബാലൻസ് വരും, പീരിയഡ്സ് ഇറഗുലർ ആകും. അത് ടീനേജ് ആയി വരുന്ന പെൺകുട്ടികൾക്ക്. ഇപ്പോഴും നമുക്ക് അതിന്റെ കാരണം അറിയത്തില്ല. ജനറ്റിക് ആവാം, ഡയറ്റ് ആവാം, സ്ട്രെസ് ആവാം, എൻവയറമെന്റ് ആകാം. Indians, 1 in 5 in India has this high risk of polycystic ovarian disease. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൽ മെറ്റബോളിക് സിൻഡ്രോമും കൂടെ നമ്മൾ ഒരുമിച്ച് കാണണം. ഈ പറഞ്ഞ അമിതമായിട്ട് കൊഴുപ്പ്, വയറ്റത്തുള്ള കൊഴുപ്പ് പുറത്താവണമെന്നില്ല, ഉള്ളിലുള്ള കൊഴുപ്പും ആകാം. വയറിങ്ങനെ വീർത്തിരിക്കുക. പെൺകുട്ടികൾക്ക് ടീനേജേഴ്സിനാണെങ്കിലും മുഖത്ത് അമിത രോമ വളർച്ച. ആൺകുട്ടികൾക്കാണെങ്കിലും മെറ്റബോളിക് സിൻഡ്രോം ഉള്ളപ്പം ഇതേപോലെ ഇതിന് കഴുത്തിൽ ഇങ്ങനെ കറുത്ത പാടുകൾ വരും. ഇതേപോലെ കക്ഷത്തില് ടീനേജേഴ്സിന് കറുത്ത ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ വരുന്നു. അതേപോലെ ഈ വലിയവർക്കാണെങ്കിൽ ഈ പറഞ്ഞ മെയിൽ പാറ്റേൺ ബാൾഡസ്, തലേന്ന് മുടി ഇങ്ങനെ പോവുക. ഇതൊക്കെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗം. അപ്പം ഒബേസിറ്റി, അതേപോലെ തന്നെ ഫാറ്റി ലിവർ വരാം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കരളില് ഫാറ്റി ലിവർ വരാം, ഫ്യൂച്ചർ പ്രോബ്ലം ആവും. ചെറിയ പിള്ളേർക്ക്, ഇപ്പം നമ്മൾ ടീനേജേഴ്സിന് വരെ, കുഞ്ഞു പിള്ളേർക്ക് വരെയും ഫാറ്റി ലിവർ കാണാറുണ്ട്. ഇത് മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗമായിട്ട് വരുന്ന. അപ്പൊ പോളിസിസ്റ്റിക് ഡിസീസ്, അതായത് പുതിയ പേരാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് PMOS എന്ന് പറഞ്ഞാൽ മതി. ഈ PMOS ഉള്ള പെൺകുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഇച്ചിരി പ്രയാസങ്ങളോ അബോർഷൻസോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതല. ഈ PMOS ഉള്ളവർക്ക് ഡയബറ്റീസ് ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസ് കൂടുതല. ഫാറ്റി ലിവർ, പിന്നെ PMOS മെറ്റബോളിക് സിൻഡ്രോം ഒറ്റ ഗ്രൂപ്പ് ഓഫ്, അതുകൊണ്ടാണ് ഇതിന്റെ പേര് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒറ്റ ഒരു കലപ്പെ കെട്ടാവുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടുതലാണ്. സ്മോൾ റിസ്ക്, ഹയർ റിസ്ക് ഓഫ് യൂട്രൈൻ ക്യാൻസർ, നോട്ട് പ്രൂവൺ. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക്, ടീനേജേഴ്സിന് ഈ പറഞ്ഞ വെയിറ്റ് കൂടെ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഇറഗുലർ പീരിയഡ്സ്, അതുപോലെ മെറ്റബോളിക് സിൻഡ്രോമിനുള്ള റിസ്ക് കൂടെ കൂടുക. അപ്പൊ എങ്ങനെ ഇത് PMOSന് ട്രീറ്റ്മെന്റ് നടത്തുന്ന? ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം ട്രീറ്റ് ചെയ്യാനുള്ള അതേ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം. റിഡ്യൂസ് വെയിറ്റ്, എക്സസൈസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടുമാണ്. റിഡ്യൂസ് വെയിറ്റ്, എക്സസൈസ്, ഡയറ്റ്. ഈ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ്, റിഡ്യൂസ് ജങ്ക് ഫുഡ്സ്, റിഡ്യൂസ് ഹൈ കാർബ്സ്, റിഡ്യൂസ് പെറ്റ് ജ്യൂസസ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, എല്ലാത്തിനകത്തും കോൺ സിറപ്പ് ആണ്, അത് റെഡ്യൂസ് ചെയ്യണം. അതേപോലെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയും. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ഓയില്, ഡാൽഡ, അതുപോലുള്ളത്. പിന്നെ ഹൈ കാർബ് എന്ന് പറഞ്ഞാൽ മൈദ ഉള്ള പ്രോഡക്ട്സ്, ഇതുപോലുള്ള സംഗതികളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വരും. എപ്പോഴായാലും നമ്മളൊരു ബാലൻസ് ഡയറ്റ്, അതിനകത്ത് പച്ചക്കറികൾ, ഫ്രൂട്ട്സ് തന്നെ കഴിക്കുന്നതും ചീത്ത. ഓവറായിട്ട് ഫ്രൂട്ട്സ് തന്നെ കഴിച്ചാലും അതിനകത്തും ഫ്രക്ടോസ് കൂടുതല. അപ്പൊ അതും ഈ മെറ്റബോളിക് സിൻഡ്രോമിന്. അതുകൊണ്ട് ഒരു ബാലൻസ് ആയിട്ട് കഴിക്കണം. ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി പാടില്ല. ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ കുറവാണെങ്കിലും പ്രശ്നമാണ്. പക്ഷെ ഈ ഫ്രൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ല, അതായത് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും അല്ല, ഇച്ചിരൂടെ എണ്ണയൊക്കെ കുറവുള്ള കറി, ആ രീതിയിലുള്ളതാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ, എണ്ണ കുറവുള്ള അതാണ്. അപ്പം ലോ ഫാറ്റ്. അപ്പം ഈ PMOS ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്, ലോ ഫാറ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് കൊഴുപ്പ് കുറവ്, അതായത് ലോ ട്രാൻസ് ഫാറ്റ്, ഗുഡ് പ്രോട്ടീൻ. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ
റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാം. മൈദ, അതേപോലെ തന്നെ വെളുത്ത അരി, ഇതുപോലൊക്കെയുള്ള റിഫൈൻഡ് ആയിട്ടുള്ളതാണ്. ഇത് കോൺ സിറപ്പ്, കോൺ പൗഡർ, ഇതുപോലുള്ളതൊക്കെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. പഞ്ചസാര, ഇതൊക്കെ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അപ്പം ഇതുപോലുള്ളതൊക്കെ കുറയ്ക്കുക. പിന്നെ ട്രീറ്റ്മെന്റ് ഫോർ PMOSന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഭാവിയിലുള്ള വലുതായി കഴിയുമ്പോൾ ചെറിയ പിള്ളേർക്ക് നമ്മൾ കൊടുക്കത്തില്ല. ചിലർക്ക് നമ്മുടെ ഈ ഡയബറ്റീസിനുള്ള ഗ്ലൂക്കോഫേജ് എന്ന് പറഞ്ഞ മരുന്നുണ്ട്, മെറ്റ്ഫോമിൻ. അത് ഡയബറ്റീസ് ഇല്ലെങ്കിലും പോളിസിസ്റ്റിക് ഈ PMOSന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ആയുർവേദത്തില് ഈ അശോകം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. അശോകത്തിന്റെ എക്സ്ട്രാക്ട് ഈ ഹിമാലയക്കാരൊക്കെ ഈവ് കെയർ എന്നൊക്കെ പറഞ്ഞ ചില ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസും സിറപ്പും ഒക്കെ അവർ ഇതുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, ബിക്കോസ് ഞാൻ ഹെർബൽ പ്രോഡക്റ്റിന്റെ ആളല്ല. മോഡേൺ മെഡിസിനിൽ നമ്മൾ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് ജനറൽ ആയിട്ടുള്ള നമുക്ക് റെസ്പോൺസ് കണ്ടിട്ടുണ്ട്. സോ ഈ അശോകം വളരെ പഴയ കാലം തൊട്ടേ ഹെർബൽ റെമഡിയിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു സാധനമാണ്. സ്ത്രീകളുടെ ഹെൽത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടായിരിക്കും ഈ മഹാഭാരത കഥയിലൊക്കെ സീത ഇരുന്നത് അശോകത്തിന്റെ ചുവട്ടിലാണ്. അതൊരു സിംബോളിക് ആയിട്ട് അതായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ധനുരാസന ഇത് കുറയ്ക്കാൻ. പിന്നെ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ വളരെ നല്ലതാണ്. സ്പോർട്സ് ഇതുപോലുള്ളതൊക്കെ ഇപ്പൊ പെൺകുട്ടികളെ വിടണം തീർച്ചയായിട്ടും. ഇതൊക്കെ ഇതിന്റെ PMOS വരാനും തടയും. അത് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാനുള്ള ആണ്. ഇനി അടുത്ത 2 കണ്ടീഷൻസ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആണ്. ADHD ഒന്ന്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ 2 എണ്ണമാണ്. ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരെ ആണ് നമ്മൾ ADHD എന്ന് എല്ലാ പിള്ളേരെയും ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് കൂടുതൽ നമ്മൾ അങ്ങ് ഓവർ ഡയഗ്നോസ് ചെയ്യുക ചെയ്യുന്നത്. ഇതിന് മേജർ ആയിട്ടുള്ള ഫൈൻഡിങ് എന്ന് പറയുന്ന ADHDക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻഅറ്റൻഷൻ. അതായത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇൻഅറ്റൻഷൻ ഉണ്ടാകുന്ന കോമണാ. ഒരു കളിപ്പാട്ടം കൊടുത്താൽ വേറൊരു കളിപ്പാട്ടം അവരെടുക്കാൻ പോകും. പക്ഷെ കുറച്ചുകൂടെ വലുതായ കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അടുത്തതിലോട്ട് പോകുന്നു. അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. പിന്നെ ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് ഇപ്പം കസേരയിൽ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കൈ ഇങ്ങനെ അനക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അവിടുന്ന് പോരണവർ എത്തി ഇങ്ങനെ എടുക്കുക, അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ യൂഷ്വലി ഒരു 7 വയസ്സൊക്കെ ആവും നമ്മൾ ഡയഗ്നോസ്. അതിനുമുമ്പ് ഡയഗ്നോസ് ചെയ്യാറില്ല. ഇറ്റ്സ് കോൾഡ് എ സെൽഫ് റെഗുലേഷൻ ഡെവലപ്മെന്റൽ ഡിസോർഡർ. ഇതിന് എമോഷണൽ കമ്പോണന്റും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ ടൈം ബ്ലൈൻഡ്നെസ് എന്നാ പറയുന്നത്. ടൈം ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടൈമിനെ പറ്റി അവെയർ അല്ല. ഈ കാര്യം ഇത്ര സമയം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടൈം ടേബിള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ പ്രയാസമായിരിക്കും. പിന്നെ നോ ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ റെസ്പോൺസ് ആണ്. ഓക്കെ, ആ ഒരു പേന അവിടെ ഇരിക്കുന്നു, അത് എടുക്കാൻ പാടില്ല എന്ന് അവർ ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് കയറി അതങ്ങ് എടുത്തേ പറ്റൂ അവർക്ക്. പിന്നെ നോ സെൽഫ് മോട്ടിവേഷൻ. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ ADHD ഉള്ള പിള്ളേർക്ക് ഇപ്പൊ ഹോംവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, കണ്ടിന്യൂസ്ലി ഗെയിം കളിക്കുന്ന ഇഷ്ടം. അപ്പം ഒരു മോട്ടിവേഷനും ഇല്ല, നോ സെൽഫ് മോട്ടിവേഷൻ. പ്ലാനിങ് ഇല്ല, പ്രോബ്ലം സോൾവിങ് ഇല്ല. ഇതൊക്കെയാണ് ADHD ഫീച്ചേഴ്സ്. എപ്പോഴും ഒരു നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കും എന്റെ കുഞ്ഞിനും ഇതേപോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയല്ല. ADHDയുടെ സിംറ്റംസ് വളരെ സ്പെസിഫിക് ആണ്. ഇതിനകത്ത് ഈ പറഞ്ഞ 3 ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇത് 3 വേണം. ഓക്കെ, അപ്പം ഓൾവേസ് ഇതാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുക, അവനവനെ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം എല്ലാവരും ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ലൈൻ നിൽക്കുകയാണെങ്കിൽ ടേണിന് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, മുമ്പിലോട്ട് പോയാൽ പറ്റും. ഇറിറ്റബിൾ ആയിരിക്കും, എപ്പോഴും ഒരു എമോഷണൽ ഇതായിരിക്കും. പിന്നെ കൈയെല്ലാം ഇപ്പൊ ഇങ്ങനെ ഫിഡ്ജറ്റ് ഉണ്ട്, വിരൽ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഭയങ്കരമായിട്ട് നോയ്സി ആയിരിക്കും എപ്പോഴും പിള്ളേര്. പിന്നെ ഒരിക്കലും ഒരു ടാസ്ക് മുഴുവിപ്പിക്കത്തില്ല, ഒരു ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തു, അവിടുന്ന് പെട്ടെന്ന് അത് പകുതിയാക്കി വേറണം, അങ്ങനെ. പിന്നെ ചില ടാസ്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇപ്പൊ മാത്തമാറ്റിക് മനസ്സിന്റെ മെന്റൽ എഫേർട്ട് വേണമെങ്കിൽ, കണക്കാ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള മടി കാരണം അതങ്ങ് അവോയ്ഡ് ചെയ്യും.
ആ ടാസ്ക് ചെയ്യത്തില്ല. പിന്നെ ചെയ്യുന്ന ടാസ്കുകളിൽ ഭയങ്കരമായിട്ടുള്ള റിപ്പീറ്റഡ് മിസ്റ്റേക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡേ ഡ്രീമിങ്ങിലോട്ട് പോകും, ചിന്തിച്ചുകൊണ്ടെങ്കിരിക്കും. പിന്നെ ഓർഗനൈസ്ഡ് അല്ല ഒട്ടും. മേശയൊക്കെ പുസ്തകമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിരത്തിയിടും, അതുപോലെ കാര്യങ്ങൾ മറന്നു പോകും. ഇനി ഇതിന്റെ മെയിൻ സംഗതി എന്ന് പറയുന്നത് വീട്ടിലൊരു സ്വഭാവം സ്കൂളിലൊരു സ്വഭാവം എന്ന് പറയുമ്പോൾ ADHD അല്ല. സിംറ്റംസ് ഇൻ മൾട്ടിപ്പിൾ സെറ്റിംഗ്സ്. സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ ആയിരിക്കണം, വീട്ടിലും അങ്ങനെ ആയിരിക്കണം. ഈ രണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്തൊന്നും ഇപ്പൊ ടീച്ചർ പറഞ്ഞു അടങ്ങിയിരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ADHD അല്ല. അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ വരുമ്പം കൊയറ്റാ, അമ്മ മാത്രമേ ഉണ്ടെങ്കിൽ ഭയങ്കര ബഹളവും, അത് ADHD ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എപ്പോഴും ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ സെറ്റിംഗ്സിൽ സെയിം സിംറ്റംസ് വരാം. ഇതിന്റെ കോസസ് നമുക്ക് ഇപ്പോഴും ക്ലിയർ അല്ല, എങ്കിലും എന്തോ ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണെന്നാണ്. ചില കണ്ടീഷൻസ് ലൈക്ക് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ചില മെഡിക്കേഷൻസ്, ഈ അമേരിക്കയിൽ ലെഡ് എക്സ്പോഷർ ഉള്ള പിള്ളേർക്ക് ഇങ്ങനെ ഒരു സ്റ്റഡീസ് നടത്തിയതിൽ അതിനകത്ത് കണ്ടുവന്നു. പിന്നെ ജനറ്റിക് ആയിട്ട് ഇത് വരാം. സ്മോക്കിംഗ്, മെറ്റേണൽ മാൽനറിഷ്മെന്റ്, ഇൻഫെക്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി, സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, ഇത് പ്രൂവൺ ആണ്. ആൽക്കഹോൾ യൂസ് ഇൻ മദർ, ഡ്രഗ്സ് യൂസിങ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് സിഗരറ്റ്, മയക്കുമരുന്ന് അങ്ങനെയുള്ളതിനകത്ത് ബേബീസിൽ അങ്ങനെ കാണാറുണ്ട് ADHD. അത് ഓൾമോസ്റ്റ് അത് സ്റ്റഡീസ് ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ. ഇനി തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് വർക്കപ്പ് ബേസിക് ആയിട്ട് ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ സിറ്റിംഗ് അല്ല, മൾട്ടിപ്പിൾ സെറ്റിംഗ്സിൽ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് മൾട്ടിപ്പിൾ സിറ്റിംഗ്സും വേണം, മൾട്ടിപ്പിൾ സെറ്റിംഗിൽ സെയിം സിംറ്റംസും വരും. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നോക്കിയേ. ഇൻഅറ്റൻറ്റീവ് പ്രസന്റേഷൻ, അറ്റൻഷൻ കാണത്തില്ല, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് പ്രസന്റേഷൻ, പിന്നെ ഇത് രണ്ടും കൂടെ ആയിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടും വരും. ഇതൊരു ഡയഗ്നോസ് ഓഫ് എക്സ്ക്ലൂഷൻ ആണ്. വേറെ പ്രോബ്ലംസ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയഗ്നോസ് ആയിട്ട് വരാം. അപ്പം ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യണോ വേണ്ടായോ? ഇവര് സിവിയർ, യെസ്. ബിഹേവിയറൽ തെറാപ്പി ഉണ്ട് ഒരു പരിധി വരെ. പിന്നെ ഒരുപാട് അഡൾട്ട്സ് ഔട്ട്ഗ്രോ ടു ADHD, ബട്ട് ലേറ്റർ ഓൺ ഓൺലി ദേ വിൽ റിയലൈസ് ലൈക്ക് ഒരു തെറാപ്പിക്ക് വല്ലതും പോകുമ്പോഴായിരിക്കും ഓക്കെ ADHD എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ലേറ്റർ ഓൺ. First question, can medicines work? Yes, some of the celebrities are known to have history of ADHD. ചില ഡിപ്രഷൻ, ADHD ഒക്കെ ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പം യെസ്, ദേ ആർ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സി മെഡിസിൻസ് വർക്ക്, ഈവൻ ദ തെറാപ്പി വർക്ക്സ്. ക്യാൻ ദേ ലീഡ് നോർമൽ ലൈഫ്? യെസ്, ദേ ക്യാൻ ലീഡ് നോർമൽ ലൈഫ്. ഡയറ്റ് ആൻഡ് ADHD, ചിലർ പറയും ഹൈ ഷുഗർ ഡയറ്റ് ADHD, അല്ലെങ്കിൽ ഡയറ്റിനകത്ത് പ്രോബയോട്ടിക്സ് കൊടുത്ത ADHD. നോട്ട് പ്രൂവൺ. ADHD ഹൈ ഷുഗർ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ADHD കൂട്ടുവോ? നമുക്ക് അതിനെപ്പറ്റി ഇപ്പോഴും ഒരു പ്രൂവൺ റോൾ ഇല്ല. ഇനി ഡയറ്റ് ADHD കുറയ്ക്കുവോ? മേ ബി ലൈക്ക് ചില കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്ലസ് എനർജി ശരീരത്തുണ്ടെങ്കിൽ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അത് ADHD ആവണമെന്നില്ല, ഇവിടെ എനർജി റിലീസ് ചെയ്യാനുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. അത് നോർമൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. ഇനി ഷുഡ് വി ട്രീറ്റ് ADHD? ഇഫ് ഇറ്റ് ഇസ് സിഗ്നിഫിക്കന്റ്ലി അഫക്റ്റിംഗ് ദ ചൈൽഡ്, യെസ്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം, ഡിപ്രഷൻ, ഒപ്പോസിഷണൽ ബിഹേവിയർ, സ്കൂൾ ഫെയിലിയർ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ഫാമിലി കോൺഫ്ലിക്റ്റ് ഒക്കെ വരാം. പക്ഷേ ഇറ്റ് ഇസ് എൻ ഓവർ ഡയഗ്നോസിസ്. എല്ലാവരും ഓർത്തിരിക്കണം, ADHD ഇസ് എൻ ഓവർ ഡയഗ്നോസിസ്. അതുകൊണ്ട് എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും ADHD ആവണമെന്നില്ല. ADHD ക്യാൻ കോഎക്സിസ്റ്റ് വിത്ത് അതർ ഡിസീസസ് ഓൾസോ, അത് ഓർത്തിരിക്കുക. ഓക്കെ. ADHD ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മെഡിസിൻസ്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ഇമോഷണൽ സപ്പോർട്ട്. ഇപ്പം ഈ മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യത്തില്ല. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ADHD ഉള്ളവർക്ക് മെഡിസിൻസ് കൊടുക്കാം. ബിഹേവിയർ തെറാപ്പിയിൽ സോഷ്യൽ, ഇമോഷണൽ ആൻഡ് പ്ലാനിങ് സ്കിൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തത്. പ്ലാനിങ് സ്കില്ലില്ല, അപ്പൊ അതിനുവേണ്ടി കോച്ചിങ്. ഇനിയും സോഷ്യൽ ബോണ്ടിങ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ആയിട്ടുള്ള ഇത്രയാണ് ബിഹേവിയർ തെറാപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പേരന്റ് കോച്ചിങ്. പേരൻസ് ലേൺ ദ ബെസ്റ്റ് വേ ടു റെസ്പോണ്ട് ടു ബിഹേവിയർ ഡിഫിക്കൽട്ടീസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ADHD. എന്ന് പറഞ്ഞാൽ പേരന്റിന്, അതായത് അവനവരുടെ കുഞ്ഞിനെ എങ്ങനെയാ അവരെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പേരൻസിന് ഒരു പരിധിവരെ മനസ്സിലാവും. അപ്പൊ അത് റീഇൻഫോഴ്സ് ചെയ്യുക. അതേപോലെ ഇതിനെപ്പറ്റി പേരൻസ് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ ടീച്ചേഴ്സ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ലൈക്ക് ഹോംവർക്കിൽ സപ്പോർട്ട് ചെയ്യുക, എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കുക, അവരെ ഐസൊലേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എവറിബഡി should involve in the treatment of ADHD. So always remember, it's a diagnosis of exclusion. There are many other conditions which can come as hyperactivity.
ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്. ഇത് ഇറ്റ്സ് എ കണ്ടീഷൻ നോട്ട് എ ഡിസോർഡർ. ഇതിനകത്ത് 3 പ്രോബ്ലംസ് ആണ് ഓട്ടിസം സ്പെക്ട്രത്തിൽ ഓരോ കുഞ്ഞിനുണ്ടാകുന്നത്. കമ്മ്യൂണിക്കേഷൻ, അതായത് മറ്റുള്ളവരായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലം ഉണ്ട്, അവർക്ക് സോഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല, പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് ലൈക്ക് കൺട്രോളിങ് ഇമോഷൻസ്. ഈ 3 സംഗതികളാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ 3ഉം അവർ നോക്കിയിട്ടാണ് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഓട്ടിസം ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡർ ആണ്. ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ട്, സിവിയർലി ഇമ്പയർഡ് ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ് ഉള്ള ഓട്ടിസം ഉണ്ട്. അതൊരു റേഞ്ച് ആണ്. ഹൈ ഫങ്ഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചൈൽഡ് പ്രോഡിജി, അതായത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ആർട്ട്, മ്യൂസിക് ഇങ്ങനെയുള്ള, അതേപോലെ എക്സ്ട്രീംലി ഇന്റലിജന്റ് ആയിട്ടുള്ള, അത് വളരെ കോമൺ അല്ല, വളരെ റെയർ ആണ്. പക്ഷെ അങ്ങനെയുള്ള ഓട്ടിസ്റ്റിക് ഉണ്ട്, ചൈൽഡ് പ്രോഡിജി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതൊക്കെ ഹൈ ഫങ്ഷൻ ഓട്ടിസത്തിന്റെ ലക്ഷണം ആവാം. പക്ഷെ ലെവൽ 2 ആണ് ഇച്ചിരി കോമൺ ആയിട്ടുള്ളത്. സം സപ്പോർട്ട് വേണം. ഓക്കെ. പക്ഷെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രീറ്റബിൾ മാനേജബിൾ കണ്ടീഷനാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സിവിയർ ഓട്ടിസം മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രയാസമായിട്ട് വരുന്നത്, അതായത് ലെവൽ 3 കെയർ വേണ്ടി വരും. ഓക്കെ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ചാൽ, നേരത്തെ ട്രീറ്റ് ചെയ്താൽ അത് ഔട്ട്കം മച്ച് ബെറ്റർ. വൺ ഓഫ് ദ മേജർ തിങ് എന്ന് പറയുന്നത് പേരൻസ് നോട്ട് ചെയ്യുന്ന ഐ കോൺടാക്ട്. കുഞ്ഞ് കണ്ണി നോക്കുന്നില്ല, വളരെ ഏർലി ആയിട്ട് തന്നെ 6-7 മാസം, 1 വർഷത്തിനകത്ത് തന്നെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഐ കോൺടാക്ട് ഫിക്സ് തരുന്നില്ലാത്ത കുഞ്ഞ് ഏകദേശം 1.5-2 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അതിനു മുമ്പ് തന്നെ സസ്പെക്ട് ചെയ്യും. പിന്നെ ഇപ്പം വളരെ കൂടുതലാണ് ഇന്ത്യയിൽ 1-68 കുഞ്ഞുങ്ങൾക്ക് വരെ, അതിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ 1-65 വരെ, ഇത്രയും കുഞ്ഞുങ്ങൾക്ക് വരെ ലൈക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്കം ആണ്, അത് ഓർത്തിരിക്കുക. പബ്ലിക് അവയർനെസ് വിൽ ഹെൽപ്പ് ഇൻ മോർ ഡയഗ്നോസിസ്. മോർ ഡയഗ്നോസിസ് മീൻസ് ഏർലി ട്രീറ്റ്മെന്റ്. അപ്പം ജനങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലർ ഒരു മിഥ്യാധാരണ കൊണ്ട് പൊതുവെ വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുവാന്ന്. വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നതിന് ഇതുവരെ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റഡീസും ഇല്ല. എല്ലാം പറയുന്നത് ഓൺ ദ കോൺട്രറിയാണ്. വാക്സിൻ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസത്തിന് ചാൻസ് കുറവാണ്. പിന്നെ ഒരു റിസ്ക് ഫാക്ടർ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജ്. ഫാദറിന്റെ ഏജ് കൂടുതലാണെങ്കിൽ ഓട്ടിസം വരാൻ സാധ്യത ഉണ്ടെന്നൊരു പറച്ചിലുണ്ട്. പ്രോബബ്ലി ദർ ഇസ് സം സ്റ്റഡീസ് saying that. മെറ്റേണൽ സ്ട്രെസ്, പ്രഗ്നൻസിയിലുള്ള അമ്മയുടെ സ്ട്രെസ്, certain medicines exposure to the mother and child, certain infections during pregnancy, preterm babies, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസത്തിനുള്ള കമ്പാരിറ്റീവ്ലി ചാൻസ് കൂടുതൽ. പിന്നെ ജനറ്റിക് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ആൺകുട്ടികളിലാണ് പെൺകുട്ടികളെക്കാളും കൂടുതൽ കാണുന്നത്. ഓക്കെ. These are the features of autism: poor eye contact, delayed response to calling, വിളിച്ചു കഴിഞ്ഞാൽ നോക്കാതിരിക്കുക. പിന്നെ ഇതിന്റെ സോഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എമോഷണൽ ഉണ്ട്. കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് പൂർ ഐ കോണ്ടാക്ട്, ഡിലേഡ് റെസ്പോൺസ് ടു കോളിംഗ്. ഇനി റെസിസ്റ്റിംഗ് കഡലിംഗ് ആൻഡ് പ്ലേയിങ് ഓൺ വേൾഡ്, സ്വന്തം ലോകത്തെ എപ്പോഴും, അത് സോഷ്യൽ പ്രോബ്ലം ആണ്. പൂർ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസിങ് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ആൻഡ് യൂസിങ് അണ്ടർസ്റ്റാൻഡിങ്. ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ, ഈ വാക്കുകൾ പറയും, പക്ഷെ ആ വാക്ക് കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മളോടൊരു സെന്റൻസ് ആയിട്ടോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് പറയാൻ അവർക്ക് പ്രയാസമായിരിക്കും. ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ളവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ, ഇപ്പൊ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമോ വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഓട്ടിസം ഉള്ള കുഞ്ഞിനെ മനസ്സിലാക്കാനുള്ള പ്രയാസമായിരിക്കും. അപ്പൊ അവർ റിപ്പീറ്റഡ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ചെറിയ കുഞ്ഞുങ്ങൾ അത് നോർമലായിട്ട് ചെയ്യും. ചെറിയ കുഞ്ഞുങ്ങൾ നോർമലായിട്ട് അത് ചെയ്യും. അതുകൊണ്ട് അത് ചെറിയ കുഞ്ഞുങ്ങളിൽ അത് നമ്മൾ ഓട്ടിസമായിട്ട് എടുക്കരുത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കമ്മ്യൂണിക്കേഷന് ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉള്ളതുകൊണ്ട് അവര് ബാക്കി പറയാൻ അറിയാത്തതുകൊണ്ട് അവർ നമ്മളെ തല്ലുകയൊക്കെ ചെയ്യും. അത് നോർമലാണ്. പക്ഷെ ഓട്ടിസത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ അഗ്രസീവ് ബിഹേവിയർ വരാം. പിന്നെ ഫീലിങ്സ് ബാക്കിയുള്ളവരോട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രയാസമായിരിക്കാം. പിന്നെ ചില ഈ പറഞ്ഞ വോയിസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, മനസ്സിലായോ? ഇങ്ങനെ വോയിസ്, സിംഗിങ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ടോൺ, ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ്, കൈ ഇങ്ങനെ കറക്കുക, വിരലിങ്ങനെ മുകളിലോട്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് മൂവ്മെന്റ്സ് വരാം. പിന്നെ
പെട്ടെന്നുള്ള ഇമോഷണൽ ചേഞ്ചസ്, തല ഇങ്ങനെ ഭിത്തിയിൽ അടിക്കുക, പിന്നെ ഒരു പ്രത്യേക ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്ടിവിറ്റി ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു കുറെ ടോയ്സ് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോയോട് അങ്ങ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫുഡിനോടുള്ള അറ്റാച്ച്മെന്റ്, വേറെ ഫുഡൊന്നും കഴിക്കത്തില്ല, ഒരു പ്രിഫറൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഫിക്സ്ഡ് റൊട്ടീനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം, ഒരു ട്രാവൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് അവർ റെസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് ആവാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിനിക് ഫീച്ചേഴ്സ് ഓഫ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനറ്റിക് ടെസ്റ്റ്, ഹിയറിംഗ്, സ്പീച്ച്, അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ തെറാപ്പി, എഡ്യൂക്കേഷൻ, ഫാമിലി തെറാപ്പി, ഇതൊക്കെയാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഇത് കഴിഞ്ഞു. പീഡിയാട്രിക്, ഇതുവരെയാണ് പീഡിയാട്രിക്സ് ഞാൻ സംസാരിച്ചത്. ഇനിയും ഒരു 10 സ്ലൈഡ്സ് കൂടെ ഉണ്ട്. ഇഫ് എവരിബഡി ഈസ് ഓക്കെ, ഐ ക്യാൻ കണ്ടിന്യൂ. ഒരു 10 minutes. ഓക്കെ, ഇത് ഫാസ്റ്റ് ഞാൻ എടുക്കാം. എല്ലാവരും CPR സ്പീഡിൽ പറയാം. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്ന് പറയും. അതായത് ഒരാളുടെ ഹാർട്ട് നിന്ന് പോയാൽ, ബ്രീത്തിങ് നിന്ന് പോയാൽ നമ്മൾ അവരെ റിവൈവ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പം ഒരാൾ അൺകോൺഷ്യസും ബ്രീത്തിങ്ങും ഇല്ലെങ്കിൽ, ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് ബ്രീത്തിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് CPR വേണ്ട ഒരാളാണ്. നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 steps ആണ്. നമ്മൾ ആളുടെ റെസ്പോൺസ് നോക്കുക. ഇഫ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ആളുടെ ബ്രീത്തിങ് നോക്കുക. ഈ ബ്രീത്തിങ്ങും റെസ്പോൺസും ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എമർജൻസി നമ്പർ വിളിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ചെസ്റ്റിന്റെ നടുക്ക് 2 ഇഞ്ച് ഡെപ്തിൽ 30 കംപ്രഷൻ, 30 പ്രാവശ്യം കംപ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ബ്രെത്ത്സ് കൊടുക്കുക. 30 കംപ്രഷൻസ്, 2 ബ്രെത്ത്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട. അൺറെസ്പോൺസീവ്, നോട്ട് ബ്രീത്തിങ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ 30 കംപ്രഷൻ, 2 ബ്രെത്ത്സ് ഇങ്ങനെ കൊടുക്കുക. 30 കംപ്രഷൻസ് ഇതുപോലെയാണ് കൊടുക്കുന്നത്. 30 കംപ്രഷൻസിന് ശേഷം നമ്മൾ 2 ബ്രെത്ത്സ് കൊടുക്കും. ചെറിയ ബേബീസ് ആണെങ്കിൽ നമ്മൾ റെസ്പോൺസ് നോക്കുന്ന, കാലിൽ ഇങ്ങനെ തട്ടി നോക്കുന്നു, എമർജൻസി നമ്പർ വിളിക്കുന്നു. 30 കംപ്രഷൻസ് ആൻഡ് 2 ബ്രെത്ത്സ് ഇതിങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, ഇനിയും ഉള്ള അടുത്തൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം എല്ലാവർക്കും ടൈം ലിമിറ്റ് കൊണ്ടാണ് CPR-നെ പറ്റി എല്ലാവരും അവെയർ ആയിരിക്കണം. ഡോണ്ട് ഫോർഗെറ്റ്, a person who is unresponsive and not breathing, that is the person who needs CPR. Unresponsive, not breathing. Unresponsive ആയിട്ട് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ CPR-ന്റെ ആവശ്യമില്ല, ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ബ്രീത്തിങ്ങോ ഗ്യാസ്പിങ്ങോ, അതായത് ഈ മരിക്കുക ഊർജ്ജശ്വാസം വലിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ബ്രീത്തിങ്ങോ ആണെങ്കിൽ തീർച്ചയായിട്ടും CPR ചെയ്യാം. ഇനിയുള്ളത് ചോക്കിംഗ് ആണ്. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഇങ്ങനെ അടഞ്ഞിരിക്കുക ശ്വാസത്തില്. പാർഷ്യൽ ആണെങ്കിൽ ശബ്ദം കാണും ചുമയ്ക്കുമ്പോൾ. കംപ്ലീറ്റ് ചോക്കിംഗ് ആണെങ്കിൽ ചുമയ്ക്കുമ്പോൾ ശബ്ദം കാണത്തില്ല. കഴുത്തിൽ ഇങ്ങനെ യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് മുഖം ബ്ലൂ കളറിലാവും. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ നോ സൗണ്ട്, ഫേസ് ബിക്കം ബ്ലൂ, കഴുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിൽ 5 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. വയറില് പൊക്കിളിന്റെയും നേവലിന്റെയും ചെസ്റ്റിന്റെ ഇടയ്ക്ക് 5 times കംപ്രസ് ചെയ്യുക. അതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുറത്ത് 5 times ടാപ്പ് ചെയ്യുക വയറിൽ. ഇതേപോലെ ചെറിയ ബേബീസിലാണെങ്കിൽ സെയിം 5 times പുറത്ത് ടാപ്പ് ചെയ്യുക, 5 times ചെസ്റ്റിൽ കംപ്രസ് ചെയ്യുക. അങ്ങനെ ഇച്ചിരി വണ്ണമുള്ള ആളാണെങ്കിൽ വയറിന് പകരം ചെസ്റ്റിൽ അമർത്താം. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിലുണ്ടെങ്കിൽ, ഒരാൾ മാത്രമാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കസേരയിൽ വയറിങ്ങനെ പ്രസ് ചെയ്താൽ. To summarize, common warnings in children, don't forget about high fever, inconsolable cry, rashes, breathing difficulties, sudden change in consciousness, vomiting, bloody diarrhea, developmental delays, injuries, sudden change in behavior. Do not delay medical attention. Immunize, monitor growth, developmental milestones, promote healthy lifestyle, reduce screen time, encourage physical activity, ensure emotional well-being. Thank you.